പ്രാർത്ഥന തുടങ്ങുക. എന്നാൽ പള്ളിയിൽ ഒരു പ്രാർത്ഥനയുണ്ട്, കത്തോലിക്ക പള്ളി പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് ഈ പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പിനെ കാണുവാൻ ആഗ്രഹത്തോടെ ഓടിക്കൂടി. അവിടെ ഒരു ഗ്രൂപ്പുമില്ല. എല്ലാവരും അവിടെ ഇവിടെ ആയിട്ട് മാതാവിന്റെ രൂപം, അവിടെ ഓരോ വിശുദ്ധന്മാരുടെ രൂപങ്ങൾ ഓരോ അൾത്താരയിൽ അവിടെ ഇവിടെ ആയിട്ട് നിന്ന് ആളുകൾ ഓരോരുത്തരുടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു കൊച്ചി ഇതുപോലെയുള്ള ഒരു ഭാഗത്ത് ഒരു 4 പേർ കൂടിയിരുന്ന് എന്തോ പയ്യെ ഇരുന്ന് എന്തോ പ്രാർത്ഥിക്കുന്നോ ചെയ്യുന്നുണ്ട്. അതിന് 3 പേര് വയസ്സായ കിഴവികൾ, ഒരു വ്യക്തി മാത്രം ഒരു 45 വയസ്സ് കാണും, ഒരു പുരുഷൻ. ഈ 4 പേര് കൂടിയിരുന്ന സ്ഥലത്ത് ഒരുപക്ഷെ ഇതായിരിക്കും പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ ചെന്നിരുന്നു. അതിൽ ഒരു വയസ്സായ അമ്മ ഞങ്ങൾ കണ്ടുപോണേ, ഓ സിസ്റ്റേഴ്സ് വന്നിരിക്കുന്നല്ലോ, സിസ്റ്റർ ഇതോടെ കൂടിക്കോളും, ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞു. ആകട്ടെ ദൈവം ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്ന അറിയാനായിട്ട് കാത്തിരുന്നപ്പോഴ് അങ്ങ് അവർ എന്നോട് ചോദിച്ചു, സിസ്റ്റർ ഞങ്ങളിവിടെ ഒരു കരിസ്മാറ്റിക് പ്രാർത്ഥന നടത്തുകയാണ് എന്ന് പറഞ്ഞ ഒരു ദൈവവചന ഭാവം വായിച്ചിട്ട് ഇതിനൊന്ന് വ്യാഖ്യാനിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ആദ്യമായിട്ട് ദൈവം എന്റെ വായ തുറപ്പിച്ച് അവിടെയായിരുന്നു ഞാൻ ദൈവവചനം ഒരു പള്ളിയിൽ 4 പേരുടെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞത്. ആ ഭാഗം യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ളതായിരുന്നു. എന്റെ ആത്മാവിനുണ്ടായ സന്തോഷം വർണ്ണിക്കാവുന്നതല്ല. ഹല്ലേലൂയ. എന്നെ അറിയാതെ എന്റെ ശബ്ദം ഉയർന്നു. ഞാൻ കണ്ണുകൾ അടച്ചിരുന്ന് ഞാൻ സംസാരിക്കുവാൻ തുടങ്ങി. എന്തുമാത്രം നേരം ഞാൻ സംസാരിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ പല ദർശനങ്ങൾ ദൈവമെന്നെ കാണിക്കുകയും, ഇവിടെ ഇരിക്കുന്ന ഒരു പച്ച ഒരു പട്ടുസാരി ഉടുത്തിരിക്കുന്ന ഈ സ്ത്രീ, നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, നിന്റെ ഹൃദയം മുറിപ്പെട്ടിരിക്കുന്നു, ദൈവം കാണുന്നു, ദൈവം നിന്നെ ആശ്വസിപ്പിക്കുന്നു, നിന്റെ ഭർത്താവ് തിരിച്ചു വരും. എന്റെ മുമ്പിൽ ഒരു പച്ചസാരി ഉടുത്തുള്ള ഒരു വ്യക്തി ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഈ 3 പേരായിരുന്നു അവിടെ ഇരുന്നത്. ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ അവിടെ കൂടിയിരിപ്പുണ്ട്. അതിൽ പച്ച പട്ടുസാരി ഉടുത്ത ഒരു വ്യക്തിയും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ സ്ത്രീ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി പല ദർശനങ്ങൾ ദൈവം അവിടെ വെളിപ്പെടുത്തി. അവരെല്ലാവരും ഓടിക്കൂടി, സിസ്റ്റർ നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അവർ വിളിച്ചാൽ ചോദിക്കുകയുണ്ടായി. ദൈവമക്കളെ, ദൈവം അത്ഭുതമായിട്ട് പല കാര്യങ്ങൾ അവിടെ ചെയ്യുകയുണ്ടായി. അപ്പോഴും അവിടെ ഫാദർ ആയിരുന്ന കത്തോലിക്ക ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അവിടെ ഫാദർ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. അവിടുത്തെ ഫാദർ ആയിരുന്ന ഫാദർ ജൂഡ് പാൾഡായ് മദറിന്റെ ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു ഫാദറാണ്. മദറിന് ജനറലായിരിക്കുമ്പോൾ വളരെ സഹായിച്ചിട്ടുള്ള 2 പേരും ഒന്നിച്ച് പല മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ ഫാദറിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഇങ്ങനെ ഒരു വീട്ടിൽ വന്ന് അവിടെ താമസിക്കുന്നു, വേറെ ഒരു കോൺവെന്റ് അവിടെ ഉണ്ട്, ഞങ്ങളുടെ അവിടെ പ്രവൃത്തിയിൽ അവരെ അനുകൂലിക്കണമോ പ്രതികൂലിക്കണമോ, ഞങ്ങളെ അംഗീകരിക്കണമോ അംഗീകരിക്കണ്ട. അച്ഛനൊരു ഭയങ്കര ബുദ്ധിമുട്ടായി. ഏതായാലും അച്ഛൻ ഞങ്ങളോട് ചോദിക്കുകയുണ്ടായി, എന്റെ ഈ പാരിഷില് എന്റെ ഈ പങ്കില് ഒരു കാറ്റഗിസം എടുക്കുന്ന ഒരു ജോലി ചെയ്യുവാൻ നിങ്ങൾ മുൻവരുവോ, നിങ്ങൾ ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ചെയ്യാം അച്ഛാ. അപ്പോൾ ഒരു അച്ഛൻ പറയുകയുണ്ടായി, തിരുക്കാവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം ഇവിടെ ഉണ്ട്, അവിടെ ദയവായിട്ട് നിങ്ങൾ ഈ ദിവസം കാറ്റഗിസം പഠിപ്പിക്കുവാൻ ചെല്ലണമേ. ഞങ്ങൾ സ്വീകരിച്ചു. അവിടെ ബസ്സുമില്ല, ഒന്നുമില്ല. ഇവിടെ നമ്മുടെ 8 കിലോമീറ്റർ നടക്കണം. എങ്ങനെ പോകുന്നൊന്നും അറിഞ്ഞുകൂടാ. എങ്ങനെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ മതി. ഞങ്ങൾ യെസ് എന്ന് പറഞ്ഞു. പക്ഷെ കുറച്ചു നേരം അച്ഛൻ പറയുകയുണ്ടായി, സോറി സിസ്റ്റർ, ഞാൻ ബിഷപ്പിനോട് ഒരു വാക്ക് ചോദിച്ചു കൊള്ളട്ടെ. ബിഷപ്പിനോട് ചോദിച്ചു കണ്ട് അച്ഛൻ പറയാണ്, സോറി. ബിഷപ്പ് പറഞ്ഞു, നിങ്ങള് സഭാ സ്ഥാപിതമായ ഒരു കോൺവെന്റിൽ താമസിക്കുന്നവരല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പഠിക്കുവാൻ ഞങ്ങൾക്ക് അനുവാദം തരാൻ സാധിക്കുകയില്ല. അന്ന് വീണ്ടും ഞങ്ങളുടെ ആത്മാവ് ദുഃഖിച്ചു. കരയുന്ന പോലെ വിങ്ങി പൊട്ടി ഞങ്ങൾ ദൈവത്തിന് മുമ്പിൽ ചെന്നിരുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്തിനു പേടിക്കുന്നു, ഞാനാണ് നിങ്ങളെ ശുശ്രൂഷയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം അന്നൊരു അത്ഭുതം ചെയ്തു. എന്താണെന്നോ, അടുത്ത ദിവസം രാവിലെ ഒരു സ്ത്രീ ഞങ്ങളെ കാണുവാൻ വന്നു. ആ സ്ത്രീയുടെ പേര് മരിയ സെൽവം. അവർ വന്ന് കതവില് മണിയടിച്ചിട്ട് ഞങ്ങൾ പുറത്തു വന്നു. ഞങ്ങൾക്ക് വലിയ കതവും കോൺവെന്റിലുള്ള പോലെ വലിയ സെക്യൂരിറ്റി ഒന്നും ഇല്ലല്ലോ. അവരെ കണ്ട ഉടനെ ഇവര് തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. എന്താണ് ഇവര് തന്നെ? ഞാൻ ചോദിച്ചു. അവിടെ അത്ഭുതം, അവരെന്താ പറയുന്ന പോലെ അവർക്ക് അറിഞ്ഞുകൂടാ. നല്ല തടിച്ച ഒരു സ്ത്രീ. അവർ പറഞ്ഞു, സിസ്റ്റർ നിങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് 3 സിസ്റ്റേഴ്സ്, നിങ്ങളാണ് വന്നിരിക്കുന്നത് 3 സിസ്റ്റേഴ്സ്. ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. അവിടെ മറ്റു 2 സിസ്റ്റേഴ്സ് ഓടി വന്നു. അവർ പറഞ്ഞു, ഞാൻ എന്റെ വയറ്റിൽ ഒരു കട്ടിയുമായി പല മാസങ്ങളായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. മണപ്പാലയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടറിനോട് പറഞ്ഞു. ഞാൻ പേടിച്ചിട്ട് ചെയ്യാതെ ഇങ്ങനെ നീട്ടി വെച്ചിരിക്കുകയാണ്. എന്റെ ഭർത്താവ് ഒരു ഡ്രൈവറാണ്. ഇന്നലെ രാത്രി യേശു എന്റെ മുമ്പിൽ വന്ന് നിന്ന് എന്റെ വയറ്റിലുള്ള ആ കട്ടി വലിച്ചൂരിയെടുത്ത പോലെ ആ കട്ടി സുഖപ്പെടുത്തി. ഇപ്പോൾ എന്റെ വയറ്റിൽ വേദനയില്ല. എന്നിട്ട് ദൈവം എന്നെ ഒരു കാഴ്ച കാണിക്കുകയുണ്ടായി. ഇവിടെ നിങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് ഒരു കാമരാജർ ശിലയുണ്ട്. സിസ്റ്റർ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അതാണ് ബസ് സ്റ്റാൻഡ്. ഞങ്ങൾ അവിടെ അടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ കൂടി ഒരു പ്രൊസഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടം യുദ്ധത്തിന് അണിനിരന്നിരിക്കുന്ന ജനം
യുവാക്കളുണ്ട്, യുവതികളുണ്ട്, ആണുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇങ്ങനെ വരിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനു മുമ്പേ 3 സിസ്റ്റേഴ്സ് പോകുന്നുണ്ട്. കർത്താവ് എന്നോട് പറഞ്ഞു, നീ അവരുടെ കൂടെ ചേർന്നുകൊള്ളുക, അവർ നിന്നെ ശരിയായ സ്ഥലത്ത് കൊണ്ട് എത്തിക്കും. ഞാൻ വീണ്ടും അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അത് ഞങ്ങളുടെ കോൺവെന്റിലുള്ള ഒരു സിസ്റ്ററും അല്ല, അവരെ ഞാൻ കണ്ടിട്ടുമില്ല. രാവിലെ ഞാൻ എഴുന്നേറ്റു. ഒരു പുതിയ 3 സിസ്റ്റേഴ്സ് ഇവിടെ എങ്ങാനും ഉണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ മണപ്പാറയിൽ ഇതിൽ കൂടി നടന്നു പോകുന്ന ദൈവം എന്നെ കാണിച്ചല്ലോ. അപ്പോൾ എന്റെ അടുത്തുള്ളവർ പറഞ്ഞു, ഇവിടെ പുതിയതായിട്ട് ഒരു 3 സിസ്റ്റേഴ്സ് വന്ന് അവിടെ ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ട്. കോൺവെന്റിലൊന്നുമല്ല, ഒരു സിസ്റ്റർ വീട്ടിൽ താമസിക്കുന്നുണ്ട്. അവർ ആ വഴി ചോദിച്ച് ഞങ്ങളുടെ അടുത്ത് വരികയായിരുന്നു. അവർ വന്ന് കണ്ട ഉടനെ ഈ മുഖം തന്നെയാണ് ഞങ്ങളെ രാത്രി കർത്താവ് എന്നെ കാണിച്ചത്. ഹല്ലേലൂയ. അവരെന്നോട് പറഞ്ഞു, സിസ്റ്റർ, ഇന്ന് വൈകിട്ട് എന്റെ സ്വന്തം സ്ഥലത്ത് ഒരു പ്രാർത്ഥന നടത്തുവാൻ കർത്താവിനോട് ആജ്ഞാപിച്ചിട്ടുണ്ട്, നിങ്ങൾ അവിടെ വരണം. ഞാൻ ചോദിച്ചു, വരാമല്ലോ. ഏത് സ്ഥലമാണത്? തിരുക്കാവലൂർ. തിരുക്കാവലൂരാണ് പോകാൻ പാടില്ലെന്ന് ഞങ്ങൾക്ക് കൽപ്പന കിട്ടിയിരിക്കുന്ന സ്ഥലം. എന്റെ ഹൃദയം ഒന്ന് പെടഞ്ഞു. ഞാൻ എന്ത് ചെയ്യും? അച്ഛനെ എതിർത്തുകൊണ്ട് അവിടെ പോകാൻ എനിക്ക് ഇഷ്ടമില്ല, ബിഷപ്പിനെ എതിർത്തുകൊണ്ട് പോകാൻ ഇഷ്ടമില്ല. ഞാൻ പല തടസ്സങ്ങൾ പറഞ്ഞു. അത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ബസ്സില്ല, അങ്ങോട്ട് വരാൻ പിന്നീടാവട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ നോക്കാം, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വരത്തുള്ളൂ, പല തടസ്സങ്ങളും. സിസ്റ്റർ, ഇത് ദൈവം എന്നോട് കൽപ്പിച്ചതാണ്, സിസ്റ്റർ ഇന്ന് തന്നെ വന്നാകണം. ബസ്സില്ലെങ്കിൽ ഞാൻ ഒരു ടാക്സി പിടിച്ച് ഇവിടെ കൊണ്ടുവരും. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സ്ഥലത്തുള്ളവരൊക്കെ സമ്മതിക്കും, ഞങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥന ചില വ്യത്യാസമായിട്ടുള്ള പ്രാർത്ഥനയാണ്, അതിന് നിങ്ങളുടെ സ്ഥലത്തുള്ളവരൊക്കെ സമ്മതിക്കുവോ? അവർ ഒരുപക്ഷെ സമ്മതിച്ചില്ലെങ്കിലോ? ആരും ഒരു തടസ്സവും പറയുകയില്ല. അവിടുത്തെ ആ സ്ഥലത്തിന്റെ തലവൻ എന്റെ ഭർത്താവാണ്, അവരുടെ കുടുംബക്കാരാണ്. ഹല്ലേലൂയ. ദൈവം ആരെയാണ് സന്ദർശിക്കുന്നത് നോക്കിക്കൊള്ളു. ഞങ്ങൾ ഒരു തടസ്സവും പറയാൻ പറ്റിയില്ല. അവരുടെ നിർബന്ധ പ്രകാരം അന്ന് ടാക്സി വന്നു, ഞങ്ങൾ അവിടെ ചെന്നു, അവിടെ കൂട്ടം അണിയടിച്ചു. ആ ഗ്രാമത്തിലുള്ള എല്ലാവരോടും ഒന്നിച്ചു കൂട്ടി. ദൈവമക്കളെ, ദൈവം ഒരു ഗ്രാമത്തിൽ ഇത്രമാത്രം അത്ഭുതങ്ങൾ ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള അന്നാണ് ഞാൻ കണ്ടത്. തുടർന്ന് ഞങ്ങൾ ആ ഭാഗത്തേക്ക്, ആ സ്ഥലത്ത് പല പ്രാവശ്യം കടന്നുചെല്ലുകയുണ്ടായി. ഇന്നും അവിടെ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പലരെ ദൈവം ആ സ്ഥലത്ത് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഇന്നും അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, ദൈവം ഇങ്ങനെ പല കാര്യങ്ങളിൽ കൂടി പല അത്ഭുതങ്ങൾ ചെയ്ത്, ഞാൻ ഇന്ന് ചെങ്കടൽ ദൈവം വിഭജിച്ചു എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. കാടകൾ കൊണ്ട് ദൈവം തന്റെ ജനങ്ങളെ പോഷിച്ചു എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ആ ദൈവം അതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ഇന്ന് ഒരു ദൈവ ശുശ്രൂഷകന്റെ, ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ദൈവം തയ്യാറാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങൾ ദൈവം, ഞാൻ ജീവിക്കുന്ന ദൈവമാണെന്ന് കാണിച്ചെന്ന സംഭവങ്ങൾ കേട്ടാൽ നിങ്ങൾ കോരിത്തരിച്ചു പോകും. അധികമൊന്നും പറയുവാൻ ഞങ്ങൾക്ക് നേരമില്ല. ഞാൻ എന്റെ സാക്ഷ്യം സത്യത്തിൽ എങ്ങും പറയുന്നതല്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഒരു ദൈവ വിശ്വാസിയുടെ ജീവിതത്തിൽ ഇങ്ങനെ സാക്ഷികൾ നിരത്തേണ്ട കാര്യമില്ല. കാരണം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതെല്ലാം നടക്കും. ഞാൻ ഇതെല്ലാം നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഇത്ര അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട്, നിങ്ങൾ കേൾക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇനി ഒത്തിരി അത്ഭുതങ്ങൾ പറയുവാനുണ്ട്. നമ്മൾ ബൈബിളിൽ കാണുന്ന അതേ തരം എലിയാ പ്രവാചകന്റെ കാലത്ത്, എലിശാ പ്രവാചകന്റെ കാലത്ത് നടന്ന അതേ അത്ഭുതങ്ങൾ. ഒരു കൊച്ചു ഉദാഹരണം പറയും. എലിയാ പ്രവാചകൻ കാര്യം പറഞ്ഞപ്പോൾ ഓർക്കുകയാണ്, ഞങ്ങൾ പല പ്രാവശ്യം ജീവിക്കുവാൻ ഞങ്ങൾക്ക് രാത്രി കിടക്കുവാൻ സ്ഥലമില്ലാതായിട്ടുണ്ട്. കിടക്കുവാൻ സ്ഥലമില്ലാന്ന് വെച്ചാൽ ഞങ്ങള് കോൺവെന്റിനകത്ത് പുറത്തു വന്നു വെച്ചാൽ ഞങ്ങൾക്ക് വീടില്ല. ഇന്ന് വരെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല. പല വലിയ തരം വീടുകൾ തരാൻ സ്ഥലം തരുവാനൊക്കെ മുന്നു വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും സ്വീകരിച്ചുകൂടാ എന്ന് ദൈവം പറയുകയുണ്ടായി. ഞങ്ങളെ ഒരു സ്ഥലത്ത് സ്വന്തമാക്കാതെ, ഒരു സ്ഥലത്ത് കെട്ടിയിടാതെ ദൈവം ഇങ്ങനെ പല സ്ഥലത്ത് എവിടെ പോകാനും സന്നദ്ധരായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഒരു പ്രാവശ്യം ഒരു സ്ഥലത്ത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി പോകേണ്ട രാത്രിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, കിടക്കുവാൻ സ്ഥലമില്ല. അപ്പൊ ഞങ്ങളുടെ കൂടെയുള്ള മൂന്നാമത് വന്നിരിക്കുന്ന സിസ്റ്ററിന്റെ സ്വന്തം സഹോദരൻ ഒരു അച്ഛനാണ്. അച്ഛനാണ് ഞങ്ങളെ കാണുവാൻ ഒന്ന് കണ്ടിട്ട് അച്ഛന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞങ്ങൾ ഏതെല്ലാം സ്ഥാനമാനങ്ങൾ എങ്ങനെ ഇരുന്നവരാണെന്ന് കണ്ടിട്ട് ഞങ്ങൾ ഇതായിരുന്നു ആരോട് പറയാലോ. അച്ഛൻ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് വന്ന് എന്റെ വീട്ടിൽ താമസിച്ചുകൊള്ളൂ. ഇനി നിങ്ങൾക്ക് ഒരു കിടപ്പാടം കിട്ടുന്നവരെ നിങ്ങൾ എന്റെ സ്ഥലത്ത്, അത് ആര് ബിഷപ്പ് ഏതെന്ന് പറഞ്ഞാലും സാരമില്ല, നിങ്ങൾ സോമസമുണ്ടയിൽ വന്ന് എന്റെ അടുത്ത് വന്ന് താമസിച്ചു കൊള്ളണം. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിക്കാൻ ചെയ്തു. ഞങ്ങൾക്കൊരു സങ്കടമില്ല, ഞങ്ങൾ സന്തോഷത്തോടെ തന്നെയായിരുന്നു. രാവിലെ അച്ഛന്റെ മേശയിൽ ഞങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണ് പറഞ്ഞത്, നമ്മൾ ഏതെല്ലാം സ്ഥലത്ത് ജീവിച്ച് എവിടെയൊക്കെ പോയി കോൺവെന്റ് വിട്ടിറങ്ങി ഇന്ന് വരെ ഒരു നേരം പോലെ ആഹാരത്തിന് മുട്ടുണ്ടായിട്ടില്ല. ഇപ്പോഴും ആഹാരമുണ്ട്. കുറവുണ്ടെങ്കിൽ രാവിലെ എന്നും കോൺവെന്റിലുള്ള ആഹാരത്തിൽ ഒരു മുട്ടയുണ്ട് ഓരോ സിസ്റ്റേഴ്സിനും. ഇന്ന് ആ മുട്ട മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. ഞാൻ തമാശ പറയുകയായിരുന്നു. ദൈവമക്കളെ, അടുത്ത ദിവസം രാവിലെ ഞങ്ങൾക്ക് സഹായിക്കുന്ന ഒരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മ കോൺവെന്റിൽ ഞങ്ങളോട് ഉണ്ടായിരുന്നു. പുറത്തു വന്നു അമ്മ പറഞ്ഞു,
സിസ്റ്റർ ഇന്ന് ഒരു കാക്ക ഒരു മുട്ട ഇവിടെ കൊണ്ടുവന്ന് വെച്ചു എന്റെ കണ്ണിന്റെ മുമ്പില്. അപ്പൊ ഞാൻ ഈ സംഭവമൊക്കെ മറന്നുപോയി, ഞാൻ തമാശ കൊണ്ട് തിരിച്ചോക്കെ. അപ്പൊ ഒരു കാക്ക എവിടെയെങ്കിലും മുട്ട കൊണ്ടുവന്ന് നോക്കിയോ? കാക്ക ഇവിടെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണ്ട് പോലെ. ഞാൻ പറഞ്ഞു എന്തുവായി പറയുന്ന, കാക്ക മുട്ട കൊണ്ടുവന്ന് വെച്ചോ? സിസ്റ്റർ ഞാൻ കണ്ടതാ, കാക്ക ഇവിടെ കൊണ്ടുവന്ന് മുട്ട വായിൽ ഇങ്ങനെ ഒരു അണ്ടം കാക്ക ഒരു മുട്ട കൊണ്ടുവന്ന് അവിടെ വെച്ച് എന്റെ കണ്ണുമ്പിൽ വെച്ചോണ്ട് പോയി. അപ്പൊ ഞങ്ങൾ പറഞ്ഞ് ചിരിക്കുകയുണ്ടായി. അടുത്ത ദിവസം രാവിലെ വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴ് അക്ക പറഞ്ഞു, ദേ കാക്ക ദേ വീണ്ടും വരുന്നു, വരൂ ഞങ്ങൾ വിളിച്ചോണ്ടു. അതുപോലെ തന്നെ തലേദിവസം വന്ന കാക്കയാണെന്ന് എനിക്കറിയത്തില്ല, വായി ഇങ്ങനെ തുറന്ന് കവി പിടിച്ചുകൊണ്ട് ഒരു മുട്ട കൊണ്ടുവന്ന് ആ അടുക്കളയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചേച്ച് പോകുന്നു. ദൈവമക്കളെ, അപ്പോൾ പോലെ എന്നെ കണ്ണ് തുറന്നില്ല. മൂന്നാമത്തെ ദിവസവും മുട്ട കൊണ്ടുവന്നു. മൂന്നാമത്തെ ദിവസം ആ മുട്ട പയ്യെ പൊട്ടിയിരുന്നു. അപ്പോഴും അക്ക എന്ത് ചെയ്യും, അക്കാന്ന് ഞങ്ങളെ വിളിക്കുന്ന അക്ക ആ മുട്ട പൊരിച്ച് ഞങ്ങൾക്ക് എടുത്തു വയ്ക്കും. മൂന്നാമത്തെ ദിവസം കർത്താവ് പ്രാർത്ഥന പറഞ്ഞു, മകളെ നീ പറഞ്ഞില്ലേ ഒരു മുട്ട മാത്രമേ ഞങ്ങൾക്ക് കുറവുള്ളൂ ഞങ്ങളുടെ ആഹാരത്തില്. ദൈവജനമേ, ഞാൻ കരഞ്ഞുപോയി. ഹല്ലേലൂയ. ഞാനൊരു മുട്ട ആഗ്രഹിച്ചിട്ടല്ല ചോദിച്ചത്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും സ്വർഗത്തിലെ ദൈവം കേൾക്കുന്നു. ഒരു സ്വന്തം കുഞ്ഞിന്റെ ഒരു കൊച്ചു അഭീഷ്ടം പോലെ ഇഷ്ടം പോലെ നിറവേറ്റുന്ന ഒരു നല്ല അമ്മയെ പോലെ ഒരു നല്ല അപ്പനെ പോലെ തന്നെ വിശ്വസ്തമായി സേവിക്കുന്ന ദൈവജനങ്ങൾക്ക് ദൈവം സകലതും കൊടുക്കുവാൻ തയ്യാറാണ്. ഒരു ദിവസം ഞങ്ങളുടെ കൂടെയുള്ള ഒരു സിസ്റ്റർ എണ്ണ തലയിൽ തേക്കാൻ എണ്ണ വാങ്ങിക്കാനായിട്ട് ഒരു കൊച്ചു കുപ്പി എടുത്തുകൊണ്ട് ഞങ്ങൾ പുറത്തു പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ബാഗിലാണ് കുപ്പി, ആർക്കും അറിയത്തില്ല. തിരുവനന്തപുരം റോഡിൽ കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സഹോദരി നേരെ ഞങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ട് നടന്നു വന്നു ചോദിച്ചു, നിങ്ങൾ സൂക്ഷിച്ചു വന്നുകൊണ്ട് അടുത്തുവന്ന് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങൾ കടയ്ക്ക് പോകുന്നു, വേറെ 2-3 വീടുകൾ പ്രാർത്ഥിക്കാൻ പോകണം. ഞങ്ങളിങ്ങനെ ഇവിടം വരെ പോവുകയാണ്. സിസ്റ്ററെ ദയവായിട്ട് എന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഒരു വയറ് ഒരു കൂടെയുണ്ട്, ഒരു ബാഗുണ്ട്. അതിനകത്തുനിന്ന് ഒരു ബോട്ടിലിങ് എടുത്തു. ഈ ഹോർലിക്സ് ബോട്ടിൽ, സാധാരണ ഹോർലിക്സ് ബോട്ടിലല്ല, ഏറ്റവും വലിയ തരം ഹോർലിക്സ് ബോട്ടിലോ, ആ ഹോർലിക്സ് ബോട്ടിൽ നിറച്ച് എണ്ണ. ഞങ്ങൾ വെച്ചത് എന്താണ്, ഇന്നലെ എന്റെ വീട്ടിലെ തേങ്ങ ആട്ടി എണ്ണ ഉണ്ടാക്കിയത്. അപ്പോ ഇത് ആർക്കെങ്കിലും കൊടുക്കണോ? ഒരു ദൈവദാസൻ എന്നാണ് പറഞ്ഞത്, കൊടുക്കണോ ദൈവം തോന്നിച്ചു. ഞാനത് എടുത്തുകൊണ്ട് വരികയാണ്. ഇപ്പൊ ദൈവാത്മാവോട് പറയുന്നു അത് നിങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഞങ്ങളുടെ ബാഗിനകത്ത് ഒരു കുപ്പിയുണ്ട്, 100 മില്ലി ലിറ്റർ അല്ലെങ്കിൽ ഒരു 50 വാങ്ങിക്കാനുള്ള അത്ര അളവ് കൊള്ളുന്ന കുപ്പിയുള്ളൂ, അത്രയും കാശും ഞങ്ങളുടെ കയ്യിലുള്ളൂ. ദൈവം ഞങ്ങൾക്ക് ഇത്രയും വലിയ ബോട്ടിലെ എണ്ണ ആരോ എവിടെന്നോ കൊണ്ടുവന്ന് തരുന്ന എണ്ണ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കയ്യിൽ തന്ന. മക്കളെ, നിങ്ങൾ അവിടെ വരെ നടക്കണ്ട, ഇതാ എണ്ണ വെച്ചുകൊള്ളൂ. ആ സൗകര്യം ആരാണെന്ന് ഇന്ന് വരെ പോലും ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല. ദൈവമക്കളെ, ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ നിരവധി. ഒരുപക്ഷെ വലിയ വലിയ സാക്ഷികൾ നിങ്ങൾ കേട്ട് കാണും. ഞാൻ കൊച്ചു സാക്ഷി പറയാണ്, കാരണം ഈ കൊച്ചു കാര്യങ്ങൾ പോലെ ദൈവം അറിയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വെളിപ്പാടിന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തില് അവിടെ ആകാശ മേഘങ്ങളിൽ വരുന്നു, സകല കണ്ണുകളും അവിടത്തെ കാണും. ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കുവാനായിട്ട് നിങ്ങളുടെ കണ്ണുകൾ എത്ര സന്തോഷപൂർവ്വം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ എന്റെ ഹൃദയം സന്തോഷിക്കുന്നു. രാജാവായിട്ട് ആകാശവും ഭൂമിച്ച ദൈവം യേശുക്രിസ്തു വാനമേഘങ്ങളിൽ വരുമ്പോൾ ഈ ഭൂമിയിൽ കണ്ണുള്ള സകല കണ്ണുകളും, സകല മൃഗങ്ങളും, സകല മനുഷ്യരും അവിടുത്തെ കാണും. ദൈവമക്കളെ, അന്ന് നമ്മളുടെ കണ്ണുകൾ എത്ര സന്തോഷത്തോടുകൂടെ അവിടത്തെ ഉറ്റുനോക്കും. അതിൽ ഒരു ചില മാറത്തടിച്ച് നിലവിളിക്കുന്നവർ ഉണ്ടായിരിക്കുമെന്ന്. ഇന്ന് ദൈവത്തെ കാണാത്തവർ, ജീവിക്കുന്ന ദൈവത്തെ ഈ വചനത്തിൽ കാണാത്തവർ, യേശുക്രിസ്തുവിന്റെ വചനം ഉറ്റുവായിക്കുവാൻ കണ്ണ് തുറക്കാത്തവർ, വിഗ്രഹങ്ങളുടെ പുറകെ, പാരമ്പര്യങ്ങളുടെ പുറകെ മനുഷ്യരെ പേടിച്ചുകൊണ്ട് അവിടെ ഇവിടെയുമായിട്ട് രക്ഷയിലേക്ക് നടന്നെടുക്കാതെ, പരിപൂർണ സത്യത്തിന്റെ രക്ഷയിൽ നിലനിൽക്കാതെ, ഒരുപക്ഷെ ഭയന്നുകൊണ്ട് പേടിച്ചുകൊണ്ട് നിൽക്കുന്നവർ അന്ന് ആകാശത്തേക്ക് ഉറ്റുനോക്കുവാൻ അവർക്ക് ലജ്ജ തോന്നും, അവർ ഭയചകിതരാകും. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ മുമ്പിൽ നൃത്തമാടി ആരാധിച്ച് സത്യവചനത്തിന് വേണ്ടി തന്റെ പാരമ്പര്യങ്ങൾ, തന്റെ വിശ്വാസങ്ങൾ അത്രയും ത്യജിച്ചുകൊണ്ട് സത്യദൈവത്തിന്റെ രക്ഷ മാത്രം എനിക്ക് മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടത്തെ മാത്രം സങ്കേതമായി വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി അന്ന് ആകാശത്തേക്ക് ഉറ്റുനോക്കുമ്പോൾ എത്ര സന്തോഷമായിരിക്കും. എന്റെ രക്ഷയുടെ ദിവസം വന്നു, എന്റെ രക്ഷകൻ ഇതാ വന്നിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് ആകാശത്തേക്ക് പറന്ന് നമ്മള് മറിഞ്ഞ് ആകാശവാനത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങും. ആ ദിവസം അടുത്തു വന്നിരിക്കുന്നു.
ആ കാലങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. ഇനിയും കാലങ്ങളില്ല, നേരങ്ങളില്ല. ഈ രക്ഷയുടെ സന്ദേശം ദൈവമക്കളെ നിങ്ങളുടെ അടുത്തുള്ളവരോട്, നിങ്ങളുടെ ചുറ്റും ജീവിക്കുന്നവരോട്, പാരമ്പര്യത്തിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നവരോട്, കത്തോലിക്ക സഭയുടെ സഹോദരന്മാരോട്, സഹോദരികളോട്, ഇനിയും യേശുക്രിസ്തുവിനെ അറിയാത്ത നിങ്ങളുടെ സഹോദരന്മാരുടെ സഹോദരിമാരോട്, നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നെങ്കിലും, നിങ്ങൾ പൈപ്പടിയിൽ നിൽക്കുകയാണെങ്കിലും, നിങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയോടും ദയവായിട്ട് പറയുക, കാലം ഇതാ സമീപമായി കഴിഞ്ഞു. രക്ഷകന്റെ വരവ് ഇതാഗതമായി കഴിഞ്ഞു. ഇനിയും നാളുകളില്ല. ഒരു വലിയ കൊയ്ത്ത് ഇന്ത്യയിൽ ദൈവം ഇതാ തുറന്നു വിട്ടിരിക്കുകയാണ്. ഒരു വലിയ കൊയ്ത്തിന്റെ ഉത്സവത്തിന്റെ ദിവസങ്ങളാണിത്. വയലിലേക്ക് നടന്നു നീങ്ങണമേ. അരിവാളുകളും എടുത്തുകൊണ്ട്, വജ്രമായ വാളുകളും എടുത്തുകൊണ്ട്, അരിവാൾ എടുത്തുകൊണ്ട് വയലിലേക്ക് നടന്നെടുക്കുക ദൈവജനമേ. കൊയ്ത്തിനുള്ള വയലുകൾ ഏറെയാണ്. 100 കോടി ജനമാണ് കൊയ്തെടുക്കപ്പെടേണ്ടവർ. 1-2 പേരല്ല, 100 കണക്കിനല്ല, 1000 കണക്കല്ല, ലക്ഷക്കണക്കല്ല, കോടിക്കണക്കിന് ആളുകളാണ് യേശുക്രിസ്തുവിന്റെ വരവിങ്കലേക്ക് രക്ഷയുടെ സന്ദേശവും കാത്ത് കൊയ്ത്തിനായി വിളഞ്ഞു നിൽക്കുന്നത്. ദൈവജനമേ, കൈകളിൽ അരിവാളുകൾ നിങ്ങൾ എടുക്കുക. കൊയ്ത്തിനായി നല്ലൊരു വിളവിലേക്ക് നിങ്ങൾ നടന്ന് നീങ്ങുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് നന്ദി പറയുക. എന്റെ പേര് മാർസലിൻ ജെ മൊറൈസ് എന്നാണ്. തിരുവനന്തപുരത്ത് പുല്ലുവിള എന്ന ദേശത്താണ് ഞാൻ ജനിച്ചതും 18 വയസ്സ് വരെ വളർന്നതും. ബാലനായിരിക്കുമ്പോൾ തന്നെ കത്തോലിക്ക സഭയിൽ ഒരു വിശുദ്ധനായി തീരണം എന്നുള്ള ആഗ്രഹമുണ്ടായി. 10ാമത്തെ വയസ്സിൽ ഒരു പുരോഹിതനാകാൻ എന്നെ സമർപ്പിച്ചു. 13ാമത്തെ വയസ്സിൽ പെറ്റി സെമിനാരിയിൽ ചേർന്ന് പൗരോഹിത്യ പഠനം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും 18 വയസ്സ് വരെ എനിക്ക് അതിനായി കാത്തിരിക്കേണ്ടി വന്നു. 18ാമത്തെ വയസ്സിൽ എറണാകുളത്ത് മഞ്ഞമ്മലുള്ള കർമ്മലീത്ത നിഷ്പാദക 1ാം സഭ OCD എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സന്യാസ സമൂഹത്തിൽ ഞാൻ പ്രവേശിച്ച് 10 വർഷത്തെ കഠിനമായ പരിശീലനത്തെ തുടർന്ന് 1974 ഡിസംബർ മാസം 19-ാം തീയതി ദൈവശാസ്ത്രത്തിൽ ബാച്ചിലർ ഓഫ് ഡിവിനിറ്റി ഡിഗ്രി എടുത്ത് ഞാനൊരു പുരോഹിതനായി പട്ടമേറ്റു. പട്ടമേറ്റ എന്നെ കോട്ടയത്തുള്ള ഗുൾഷപ്പേട് ആശ്രമത്തിലെ അംഗമായിട്ടാണ് ആദ്യം നിയമിക്കുന്നത്. കോട്ടയത്തെ കോടിമതയിലുള്ള 10ാം പിയൂസിന്റെ ദേവാലയത്തിന്റെ ശുശ്രൂഷകനായിട്ടും കോട്ടയം കഞ്ഞിക്കുഴിയിലുള്ള മദർ തെരേസയുടെ സിസ്റ്റേഴ്സിന്റെ ചാപ്പിളിൻ അവിടെ കുമ്പസാരക്കാരനായിട്ടും എന്നെ നിയമിച്ചു. ആദ്യത്തെ ഞായറാഴ്ചയുള്ള കുർബാന കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ പള്ളിയിൽ ഉണ്ടായിരുന്ന ഡെയ്സി എന്ന പേരായ പെൺകുട്ടി പെന്തക്കോസ്തിൽ പോയി എന്നറിഞ്ഞു. കുർബാന കഴിഞ്ഞ ഉടനെ അവളുടെ വീട്ടിലേക്ക് ഞാൻ കടന്നുപോയി അവളെ എങ്ങനെയെങ്കിലും കത്തോലിക്ക സഭയിലേക്ക് മടക്കി കൊണ്ടുവരണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി. അവളുടെ ഹൃദയത്തിന്റെ ഒരു മോൾവിന് തകരാറായി സുഖമില്ലാതെ അവൾ വീട്ടിൽ കിടക്കുകയായിരുന്നു. മരുന്നെടുക്കാൻ വിസമ്മതിച്ച അവളെ നിർബന്ധമായി മരുന്ന് കഴിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചുവെങ്കിലും അവൾ കൂട്ടാക്കാതെ വന്നതുകൊണ്ട് കോട്ടയത്തുള്ള മലയാള മനോരമ ഓഫീസിലേക്ക് ഞാൻ കടന്നുപോയി. ആ വിവരം പത്രത്തിൽ എഴുതണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അവരോട് ഞാൻ ആവശ്യപ്പെടാനുണ്ടായ കാരണം ആ കാലഘട്ടത്തിലാണ് സൂസൻ മേബിൾ തോമസ് എന്ന പേരോടുകൂടിയ ഒരു പെൺകുട്ടി മരുന്നെടുക്കാതെ മരിച്ചു എന്ന പത്രങ്ങൾ കൊട്ടിഘോഷിച്ചത്. കേരളത്തിന് നല്ല ഭാരതത്തിന് തന്നെയും ഒരു കായിക താരമാണ് പെന്തക്കോസ്തുകാരുടെ അന്ധവിശ്വാസം മൂലം മരുന്നെടുക്കാതെ മരിച്ചതെന്ന് അവർ പ്രചരിപ്പിച്ചു. ആ കോലാഹലം കെട്ടടങ്ങിയ പശ്ചാത്തലത്തിലായിരുന്നു ഇപ്പോൾ ഈ കേസ്. അതുകൊണ്ടാണ് ഞാൻ അവരോട് ചെന്ന് പറഞ്ഞത്, പത്രത്തിൽ അവരെ പ്രസിദ്ധീകരിച്ചാൽ സാമൂഹിക സംഘടനകൾ അതിനോട് ശക്തമായിട്ട് പ്രതികരിക്കണമെന്ന്. ആ സമ്മർദ്ദം മൂലമെങ്കിലും അവൾ ചികിത്സയ്ക്ക് വിധേയയാകും എന്നുമാണ് ഞാൻ കരുതിയത്. പക്ഷെ പത്രക്കാർ അതിന് തയ്യാറായില്ല. ഞാൻ തോറ്റു പിന്മാറിയില്ല. കോട്ടയത്തെ തിരുനക്കരയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ കടന്നുപോയി. അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ പറഞ്ഞു, ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഒരാൾ ആത്മഹത്യക്ക് തുനിയുന്നത് കുറ്റകരമാണ്. അവരെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പുണ്ട്. ഇവിടെ ഇതാ ഒരു പെൺകുട്ടി മരണകരമായ രോഗാവസ്ഥയിലായിട്ടും അവൾ ചികിത്സിക്കാൻ വിധേയപ്പെടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അവളെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ ഒന്നാക്കി തന്നാൽ മതി, ചികിത്സിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. പോലീസുകാർ പറഞ്ഞു, അച്ചോ, ആവശ്യമില്ലാത്ത ഏടാകൂടങ്ങളിലേക്കൊന്നും ഞങ്ങളെ വലിച്ചിഴക്കല്ലേ.
മതപരമായ വിഷയമാണിത്, അതിൽ ഞങ്ങൾ കൈകടത്തുകയില്ല എന്ന്. എന്നെ കാണുന്ന ശ്രമിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, എന്റെ പൗരോഹിത്യത്തിന്റെ ആരംഭം മുതൽ ഞാൻ പെന്തക്കോസ്തുകാർക്കെതിരായി ശക്തമായി പോരാടിയ വ്യക്തിയാണ്. ഒരു വർഷം കൂടി അവിടെ ഞാൻ തുടർന്ന് എന്റെ സന്യാസ സമൂഹത്തിലെ വൈദിക ശ്രേഷ്ഠന്മാർ എന്നെ പഠിക്കുവാൻ വേണ്ടി അയക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ മനഃശാസ്ത്രം പഠിക്കുവാൻ കടന്നുപോയി. കൗൺസിലിംഗ് ആൻഡ് ട്രാൻസാക്ഷണൽ അനാലിസിസ് സ്പെഷ്യലൈസ് ചെയ്തു വന്ന എന്നെ കൊല്ലത്തിനടുത്ത കൊട്ടിയത്തുള്ള സെന്റ് അലോഷ്യസ് മോണസ്ട്രിയിൽ അംഗമായി നിയമിച്ചു. അവിടെ അതിന് ചുറ്റുമുള്ള കോൺവെന്റുകളിലെ കന്യാസ്ത്രീകൾക്കും കന്യാസ്ത്രീകളായി പഠിക്കാൻ വരുന്ന പെൺകുട്ടികൾക്കും ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയാണ് എന്നെ അവിടെ നിയമിച്ചത്. അതോടൊപ്പം തന്നെ കുണ്ടറയ്ക്കടുത്ത് കുരിപ്പള്ളി, പെരുമ്പുഴ എന്ന സ്ഥലങ്ങളിലെ ദേവാലയങ്ങളുടെ ശുശ്രൂഷകനായിട്ടും എന്നെ നിയമിച്ചു. ഏകദേശം 1 വർഷത്തോളം ഞാൻ ആ ശുശ്രൂഷയിൽ മുമ്പോട്ട് തുടർന്നുകൊണ്ടുപോയി. രാസമശ്രേഷ്ഠന്മാർ വീണ്ടും എന്നെ പഠിക്കുവാൻ അയക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആംഗ്ലേയ സാഹിത്യത്തിൽ ബിരുദമെടുക്കുവാൻ എനിക്ക് അവസരമുണ്ടായി. തുടർന്ന് വീണ്ടും എന്നെ പഠിക്കുവാൻ എന്റെ ആശ്രമശ്രേഷ്ഠന്മാർ അയച്ചു. ആന്ധ്രയിലുള്ള റീജിയണൽ കമ്മ്യൂണിക്കേഷൻ സെന്ററായ അമൃതവാണിയിൽ നിന്ന് സെക്കൻഡറാബാദിൽ 1979-80 കാലഘട്ടങ്ങളിൽ ഞാൻ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് മദർ തെരേസയ്ക്ക് ലോകസമാധാനത്തിലുള്ള നൊബേൽ പ്രൈസ് കിട്ടുന്നത്. മദറിന് സ്വീകരണം നൽകാൻ ഹൈദരാബാദ്, സെക്കൻഡറാബാദിലെ ലയൺസ് ക്ലബ്ബുകൾ തീരുമാനിച്ചു. 3 ദിവസത്തെ വിവിധ പരിപാടികൾ ഈ 2 വലിയ പട്ടണങ്ങളിലായി അവർ ക്രമീകരിച്ചിരുന്നു. ആ സ്വീകരണ ചടങ്ങുകളിൽ പോകുന്ന മദർ തങ്ങളുടെ സിസ്റ്റേഴ്സിന്റെ ആത്മീയ പിതാവെന്ന നിലയിൽ മദറിനോടൊപ്പം കൂടെ പോകുവാൻ എന്നെ ക്ഷണിച്ചു. അങ്ങനെ 3 ദിവസവും മദറിനോടൊപ്പം ഞാൻ യാത്ര ചെയ്യുന്ന വേളയിലും വിശ്രമിക്കുന്ന വേളയിലുമൊക്കെ അനേക കാര്യങ്ങൾ ഞാൻ മദറിനോട് ചോദിച്ചു കൊണ്ടിരുന്നു. അപ്പോഴൊക്കെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ദൈവവിളി എന്ന് പറഞ്ഞാൽ ഒരിക്കലായിട്ടുള്ള ഒന്നല്ല. അത് അച്ഛനാകുവാനോ കന്യാസ്ത്രീയാകുവാനുള്ള വിളി മാത്രവുമല്ല. കത്തോലിക്ക സഭയിൽ സാധാരണ നമ്മൾ വിശ്വസിക്കുന്നത്, എന്റെ മകന് ദൈവവിളി ഉണ്ടായി, അവൻ സെമിനാരിയിൽ പോയി, അവൻ അച്ഛനായി. എന്റെ മകൾക്ക് ദൈവവിളി കിട്ടി, അവൾ മഠത്തിൽ ചേർന്നു, കന്യാസ്ത്രീയായി. അതോടുകൂടി അവരുടെ ദൈവവിളിയോടെ പൂർത്തിയാകുന്നത്. എന്നാൽ അങ്ങനെ അല്ല മദർ തെരേസയുടെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ലൊറേറ്റോ കോൺവെന്റിലെ ഒരു അംഗമായി ഇന്ന് ലോകം അറിയപ്പെടുന്ന കാണപ്പെടുന്ന രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ചല്ല മദർ തെരേസ ഇന്ത്യയിലെ മിഷണറി പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ പിന്നീട് അവർക്ക് ആ സന്യാസ സമൂഹത്തോട് വിട പറയേണ്ടതായിട്ട് വന്നു. ആ യൂണിഫോം അഴിച്ചു വെക്കേണ്ടതായിട്ട് വന്നു. സാധാരണ കൽക്കട്ടയിലുള്ള പാവപ്പെട്ട സ്ത്രീകൾ ഉടുക്കുന്ന സാരി ഉടുത്ത് അവർ തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ കത്തോലിക്ക സഭ സന്തോഷപൂർവ്വമല്ല അതിനെ കൈക്കൊണ്ടത്. എന്നാൽ പിന്നീട് ആ പ്രവർത്തനം വളർന്നു വലുതായപ്പോൾ കത്തോലിക്ക സഭ അതിനെ അംഗീകരിച്ചു. ലോകം മുഴുവൻ പിന്നീട് അത് അംഗീകരിച്ചു. 1979 ലോക സമാധാനത്തിന് നൊബേൽ പ്രൈസും മദറിന് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ദൈവവിളി ഒരിക്കലായിട്ടുള്ള ഒന്നല്ല. അത് അച്ഛനാകുവാനോ കന്യാസ്ത്രീയാകുവാനുള്ള വിളി മാത്രവുമല്ല. ദൈവം കാലാകാലങ്ങളിലായി തന്റെ മക്കളെ വിളിച്ചുകൊണ്ടിരിക്കുമെന്നും ദൈവത്തിന്റെ സ്വരത്തിനെ കാതുകൂർപ്പിച്ച് ദൈവഹിതം ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴൊക്കെയും നാം ദൈവവിളി ഏറ്റെടുക്കുകയാണ് എന്ന ചിന്ത എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അന്നു മുതൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ, എനിക്ക് അവിടുത്തെ ഇഷ്ടം മാത്രം നിറവേറ്റിയാൽ മതി. അവിടെ നിന്ന് എങ്ങോട്ട് അയച്ചാലും ഞാൻ അങ്ങോട്ട് പോകാൻ തയ്യാറ്. എന്ത് ചെയ്യാൻ ആവശ്യപ്പെട്ടാലും ഞാൻ അത് ചെയ്യാം. എനിക്ക് അവിടുത്തെ ഇഷ്ടം മാത്രം നിറവേറ്റണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആവർത്തിച്ച് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിലൂടെ ദൈവനോട് ഇടപെടുമായിരുന്നു. ആ വാക്യം എങ്ങനെയാണ്? എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായി എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗത്തിൽ കടക്കുക. സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ, കേൾക്കുന്നവനല്ല, വിളിക്കുന്നവനല്ല, ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗത്തിൽ പ്രവേശിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടുത്തെ ഇഷ്ടം മാത്രം നിറവേറ്റിയാൽ മതി.
അവിടുന്ന് എന്നെ എങ്ങോട്ട് അയച്ചാലും ഞാൻ അങ്ങോട്ട് പോകാൻ തയ്യാർ. എന്ത് ചെയ്യാൻ ആവശ്യപ്പെട്ടാലും ഞാൻ അത് ചെയ്തു കൊള്ളാം. എനിക്ക് അവിടുത്തെ ഇഷ്ടം മാത്രം നിറവേറ്റണം. കത്തോലിക്ക സഭ വിട്ടുപോകുവാനോ കത്തോലിക്ക സന്യാസം വിട്ടുപോകാനോ ഒന്നുമല്ല അന്ന് ഞാൻ ചിന്തിച്ചതും പ്രാർത്ഥിച്ചതും. പക്ഷെ ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് എന്നോട് ഇടപെടുമായിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിലൂടെ നാം കേട്ട ആ വചനം, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗത്തിൽ കടക്കുക. ഞാൻ സന്യാസ സമൂഹത്തിലായിരുന്നു കൊണ്ട് ഒരു വിശുദ്ധനാകാൻ കൊതിച്ച് അതിനുവേണ്ടി ജീവിക്കുന്ന ഞാൻ സ്വർഗത്തിൽ എങ്ങനെയും പോകുമെന്ന് തന്നെയാണ് മനസ്സിൽ കരുതിയത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞുകൊണ്ടിരുന്നു, എത്ര മണിക്കൂർ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചാലും നീ പിതാവിന്റെ ഇഷ്ടം ചെയ്യാത്തിടത്തോളം കാലം നിനക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുകയില്ല. ഞങ്ങൾക്ക് ആശ്രമത്തിലാണ് അനേക മണിക്കൂറുകൾ പ്രാർത്ഥനയുണ്ട്. പാതിരാത്രി 12 മണിക്കന്ന് ഞങ്ങൾ എഴുന്നേൽക്കുമായിരുന്നു എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ. രാവിലെ 5 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടും. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഒരുമിച്ച് കൂടും. വൈകുന്നേരം 7 മണിക്ക് ഞങ്ങൾ ഒരുമിച്ച് കൂടും. രാത്രി 9:15 മണിക്ക് വേണ്ടി രാത്രി പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടും. ഇങ്ങനെ വിവിധ സമയങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയുള്ള പ്രാർത്ഥനകളുണ്ട്. അല്ലാതെയും ഞങ്ങൾക്ക് 1-2 പേരായും ഒക്കെയുള്ള തനിച്ചുള്ള പ്രാർത്ഥനകളും വേറെയുമുണ്ട്. ഇങ്ങനെ രാവും പകലും കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന എന്നോടാണ് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടത്. എന്നോട് നീ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ടിരുന്നാൽ നീ സ്വർഗത്തിൽ പോകില്ല. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവർക്കുള്ളതാണ് സ്വർഗരാജ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ആദ്യ നൂറ്റാണ്ടിൽ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അവിടുത്തെ വചനത്തെ ഉറപ്പിച്ചതായിട്ട് ഞങ്ങൾ കാണുന്നു. എന്നാൽ എന്തുകൊണ്ട് ഇപ്പോൾ അതുപോലെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നില്ല? കർത്താവ് ഞങ്ങളോട് പറഞ്ഞുവല്ലോ, ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ കർത്താവ് ചെയ്തതിനേക്കാൾ അധികം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന്. എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾ കർത്താവ് ചെയ്തുപോലെയോ അതിനധികം ഒന്നും ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയാതിരിക്കുന്നത് എന്തേ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഞാൻ കർത്താവിനോട് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, കർത്താവ് ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരായ ശിഷ്യന്മാരെ പത്രോസിനെയും പൗലോസിനെയും ഫിലിപ്പോസിനെയും എല്ലാം ദൈവത്തിന്റെ ആത്മാവ് കൈക്ക് പിടിച്ച് വഴി നടത്തുന്നത് പോലെ കൊണ്ട് നടന്ന അനുഭവങ്ങൾ, അപ്പോസ്തല പ്രവൃത്തികൾ ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. എന്നെ എന്തുകൊണ്ട് അതുപോലെ കൈക്ക് പിടിച്ച് വഴി നടത്തുന്നില്ല കർത്താവേ എന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിരുന്നു 1993 ജനുവരിയിൽ എറണാകുളത്ത് വെച്ച് എനിക്ക് ലഭിച്ചത്. ഞാൻ 1980-83 കാലഘട്ടങ്ങളിൽ എറണാകുളത്ത് കാർമൽ യൂത്ത് സെന്ററിന്റെ ഡയറക്ടറായും എറണാകുളം കാർമൽ തിയേറ്റേഴ്സ് എന്നറിയപ്പെട്ടിരുന്ന ഒരു ബിബ്ലിക്കൽ പ്രൊഫഷണൽ നാടക ട്രൂപ്പിന്റെ ഡയറക്ടറായും അവര് സന്യാസ സമൂഹത്തിലേക്കും പൗരോഹിത്യത്തിലേക്കും വൈദിക വിദ്യാർത്ഥികളാകാൻ സന്യാസികളാകാൻ താല്പര്യമുള്ള യുവജനങ്ങളെ അതിനായി പ്രോത്സാഹിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്ന വൊക്കേഷൻ പ്രൊമോട്ടറായിട്ടും ഒക്കെ സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരുന്നു. 83 മുതൽ 85 വരെയുള്ള കാലഘട്ടങ്ങളിൽ തിരുവനന്തപുരത്ത് കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ, കലാ യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് ജേർണലിസത്തിലും കമ്മ്യൂണിക്കേഷനിലും മാസ്റ്റേഴ്സ് ബിരുദം എടുക്കുവാൻ എന്നെ അവിടെ അയച്ചു. അങ്ങനെ ഞാൻ അതിനായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനടുത്താണ് കഴക്കൂട്ടം എന്ന സ്ഥലം. അവിടെ എൻ്റെ ഒരു അങ്കിളും കുടുംബവും താമസമുണ്ട്. ഒരു ദിവസം ഞാൻ അവിടെ കടന്നു ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, തന്റെ മൂത്ത മരുമകൾ ഏത് പെന്തക്കോസ്തുകാരുടെ വീടുകൾ പ്രാർത്ഥിക്കാൻ പോകുന്നതായി കേട്ടുവന്നു. കേട്ടതേ ഉള്ളൂ, വിളിച്ചു ചോദിക്കാൻ പോലും മറപ്പ്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടി പെന്തക്കോസ്തുകാരുടെ വീടുകളിൽ പ്രാർത്ഥിക്കാൻ പോകുകയോ ഒരിക്കലുമില്ല. കാരണം പുരോഹിതന്മാരുടെ ഒരു കുടുംബമാണ്, കന്യാസ്ത്രീകളുടെ ഒരു കുടുംബമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരും തന്നെ പെന്തക്കോസ്തിലേക്ക് പോകുമെന്ന് ഞങ്ങൾക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് എന്റെ അങ്കിൾ അവളോട് വിളിച്ച് ചോദിച്ചില്ല. ഞങ്ങൾ കുടുംബത്തിൽ പലരും വൈദികരായിട്ടുണ്ടെങ്കിലും സന്യാസ സമൂഹത്തിൽ ബ്രൗൺ ഉടുപ്പൊക്കെ അണിഞ്ഞ സന്യാസ സമൂഹത്തിലെ അംഗമായിട്ട് ഞാൻ മാത്രമേ കുടുംബത്തിൽ നിന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അവളോട് ചോദിച്ചാൽ അവൾ എന്നെ അനുസരിക്കുമെന്നും എന്നോട് കള്ളം പറയുകയില്ല എന്നും ഞാൻ അവളെ ശാസിച്ചാൽ എന്നെ അനുസരിക്കുമെന്നും കണ്ടിട്ടാണ് എന്റെ അങ്കിൾ ഈ വിവരം എന്നോട് പറയുന്നത്.
ഞാൻ അവളോട് ചോദിച്ചു, അവൾ എന്നോട് സത്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ പിന്നെ ഒരു കാരണവശാലും പെന്തക്കോസ്തുകാരുടെ വീടുകൾ പ്രാർത്ഥിക്കാൻ പോകാൻ പാടില്ല. പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ അന്തിക്രിസ്തുവിന്റെ ആൾക്കാരാണ്. പെന്തക്കോസ്തിന്റെ സഭ എന്ന് പറഞ്ഞാൽ അന്തിക്രിസ്തുവിന്റെ സഭയാണ്. അന്ത്യകാലത്ത് എന്റെ പേരും പറഞ്ഞ് പലരും വരുമെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഈ കൂട്ടരെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഇത്രയും കാലം അവരെവിടെയായിരുന്നു? ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്നുകൂത്ത തകരകളെ പോലെ കുറെ പേര് അവിടെ നിന്ന് ഇവിടെ നിന്നും ഒക്കെ പൊന്തി വന്നിട്ടുണ്ട്. ഇവർക്ക് എന്തെങ്കിലും അഡ്രസ് ഉള്ള കൂട്ടരാണ് ഇവര്. ഇവർക്ക് ഇവർക്ക് പാരമ്പര്യമുണ്ടോ? ഇവരുടെ അച്ഛന്മാരോ കന്യാസ്ത്രീകളോ മെത്രാന്മാരോ ആരുമില്ല. എല്ലാം കൂടിയുള്ള കുറെ പാവപ്പെട്ട ഉപദേശിമാർ. ഒരു വേദപുസ്തകത്തിൽ വാക്യങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കും. ആണുങ്ങൾക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ സഹോദരിമാരെ കൂട്ടിക്കൊണ്ട് വീടുകൾ തോറും കയറി ഇറങ്ങി നടക്കും. പഠിച്ചു വെച്ചിട്ടുള്ള ഈ വാക്യങ്ങൾ ഒപ്പിച്ചങ്ങ് ചൊല്ലും. ഇത് കേൾക്കുന്ന പാവം വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛന്മാർ ഇത്രയും നന്നായിട്ട് വചനം പറയുന്നില്ലല്ലോ എന്ന്. അങ്ങനെ അവർ വചനം കൊണ്ട് നിങ്ങൾ കുടുക്കി ബ്രെയിൻ വാഷ് ചെയ്ത് അവർ നിങ്ങളെ പെന്തക്കോസ്തുകാരാക്കി മാറ്റും. അതുകൊണ്ട് എന്റെ കുഞ്ഞ് ഒരു കാരണവശാലും പെന്തക്കോസ്തുകാരുടെ വീടുകളിൽ പ്രാർത്ഥിക്കാൻ പോകാൻ പാടില്ല. മാത്രമല്ല, ഒരു മാതാവില്ലാത്ത കൂട്ടര് വരെ നമ്മുടെ വീട്ടിൽ കയറ്റം കൊള്ളില്ല. ഇവർക്ക് മാതാവ് മുട്ടത്തോടണം പോലും, ഒഴിഞ്ഞ പാത്രമാണ് പോലും. ഇങ്ങനെയൊക്കെ പറയുന്നവരുടെ കൂട്ടത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ നിനക്ക് എങ്ങനെ കഴിയും? ഞാൻ എന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചു, യഥാർത്ഥ കത്തോലിക്ക പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് ഇവൾ ജനിച്ചു വളർത്തപ്പെട്ടിരുന്നു എങ്കിൽ ഇവിടെ ഒരിക്കലും പെന്തക്കോസ്തുകാരുടെ വീടുകൾ പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ ശ്വാസിച്ചു. പിന്നീട് ഞാൻ ഡൽഹിയിലേക്ക് കടന്നുപോയി. അന്ന് എന്റെ പഠനം പൂർത്തീകരിച്ചപ്പോൾ തന്നെ ഡൽഹി ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചു വരുന്നിരുന്ന ഒരു ഇന്റർനാഷണൽ റിലീജിയസ് ന്യൂസ് ഏജൻസി എന്റെ ആശ്രമശ്രേഷ്ഠന്മാരുടെ അനുവാദത്തോടുകൂടി എന്നെ അവർ അങ്ങോട്ട് ക്ഷണിച്ചു. അങ്ങനെ എന്റെ പഠനത്തെ തുടർന്ന് ആ ന്യൂസ് ഏജൻസിയുടെ പബ്ലിക് റിലേഷൻ ഓഫീസറായും ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ ചാർജ് വഹിക്കുന്ന വ്യക്തിയായിട്ടും മാറി. പൗരോഹിത്യ പഠനത്തും പൗരോഹിത്യ ശുശ്രൂഷയോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1986 ഫെബ്രുവരി മാസം 1-ാം തീയതി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്റെ ആദ്യത്തെ ഭാരത സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തുന്നത്. 2-ാം തീയതിയിലെ അദ്ദേഹത്തിന്റെ കുർബാന തത്സമയ പ്രക്ഷേപണം ചെയ്യുവാൻ വാറ്റിക്കാൻ റേഡിയോ തീരുമാനിച്ചു. അതിന്റെ റണ്ണിംഗ് കമന്ററി നടത്തുവാൻ അവർ തെരഞ്ഞെടുത്ത് തന്നെയായിരുന്നു. മാർപ്പാപ്പ ബംഗ്ലാദേശ് സന്ദർശിക്കുവാനായിട്ട് കടന്നുപോയപ്പോഴും അത് കവർ ചെയ്യുവാൻ ഇന്ത്യയിൽ നിന്ന് എന്നെയാണ് അയച്ചത്. ഞാൻ എപ്പോഴൊക്കെ യൂറോപ്പിൽ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ റോമിൽ നിന്ന് വാറ്റിക്കാൻ റേഡിയോ എന്നെ അങ്ങോട്ട് ക്ഷണിക്കുമായിരുന്നു. എന്നെ അവര് വാറ്റിക്കാൻ റേഡിയോയ്ക്കായി ഇന്റർവ്യൂ ചെയ്യുകയും ഇംഗ്ലീഷിലും മലയാളത്തിലും എനിക്ക് പ്രഭാഷണം നടത്താൻ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 1987 കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ CBCI സെന്ററിന്റെ മിനിസ്റ്ററായി എന്നെ ഡൽഹിയിൽ അപ്പോയിന്റ് ചെയ്യുന്നത്. ആ അവസരത്തിൽ 1989 വരെയുള്ള എന്റെ കാലഘട്ടത്തിനിടയ്ക്ക് എനിക്ക് അനേക വ്യക്തി ജീവിതങ്ങളുമായി ബന്ധപ്പെടുവാൻ, പ്രത്യേകിച്ച് ഗവൺമെന്റ് തലത്തിലുള്ള, മന്ത്രി തലത്തിലുള്ള, രാഷ്ട്രപതി വരെയുള്ള ആ നിലകളിലുള്ളവരുമായി ബന്ധപ്പെടുവാൻ അവസരങ്ങൾ ലഭിച്ചു. VR വെങ്കിട്ടരാമനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തപ്പോൾ CBCI സെന്ററിനെ പ്രതിനിധീകരിച്ച് അദ്ദേഹത്തെ അനുമോദിക്കുവാൻ എനിക്ക് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കടന്നു പോകുവാൻ അവസരമുണ്ടായി. അങ്ങനെ അനേക ഉന്നത നിലവാരത്തിലുള്ള ആളുകളുമായി ഞാൻ ഇടപെട്ടിട്ടുണ്ട്. 2 വർഷക്കാലം ആ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഇന്ത്യൻ കാത്തലിക് പ്രസ് അസോസിയേഷന്റെ നാഷണൽ സെക്രട്ടറിയായി എന്നെ തിരഞ്ഞെടുത്തു. സാർ ന്യൂസ് ഏജൻസി, സൗത്ത് ഏഷ്യൻ റിലീജിയസ് ന്യൂസ് ഏജൻസി, റോമിലെ വാറ്റിക്കാൻ റേഡിയോയ്ക്കും ഫിലിപ്പീൻസിലെ റേഡിയോ വെരിറ്റാസിനും എല്ലാം വാർത്തകൾ എത്തിച്ചു കൊടുക്കുന്ന ആ വാർത്താ ഏജൻസിയുടെ മാനേജിംഗ് എഡിറ്ററായിട്ട് ഞാൻ നിയമിതനാകുന്നതും അപ്പോഴാണ്. അതോടൊപ്പം തന്നെ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ സൗത്ത് ഏഷ്യയിലെ കത്തോലിക്ക പ്രസ്സുകളും പ്രസിദ്ധീകരണങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് ട്രെയിനിങ് കൊടുക്കാനും ഗവേഷണം നടത്താനും കൺസൾട്ടൻസി ഇൻ പ്രിന്റ് മീഡിയ അങ്ങനെയുള്ള ആ പ്രസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി എന്നെ ഡൽഹിയിൽ നിയമിച്ചു. ഇതുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് അനേക രാജ്യങ്ങളിൽ കടന്നു പോകുവാനുള്ള അവസരങ്ങൾ കൈവന്നിട്ടുണ്ട്. 1989 ജർമ്മനിയിൽ വെച്ച്
ഇന്റർനാഷണൽ കാത്തലിക് പ്രസ് അസോസിയേഷന്റെ കൗൺസിൽ മെമ്പറായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. വർഷത്തിൽ തന്നെ ഒന്നിലധികം പ്രാവശ്യം ചിലപ്പോഴൊക്കെ ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡിലും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ എനിക്ക് കൗൺസിൽ മീറ്റിങ്ങിനും മറ്റ് പ്രോഗ്രാംസിനുമായി പോകുവാൻ അവസരങ്ങളുണ്ടായി. 1992 സൗത്ത് അമേരിക്കയിലെ ബ്രസീലിൽ വെച്ച് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് കാത്തലിക് ന്യൂസ് ഏജൻസീസിന്റെ ഗവേണിംഗ് ബോഡി മെമ്പറായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ തന്നെ ഞാൻ ജർമ്മനിയിൽ വെച്ച് സൗത്ത് ഏഷ്യൻ കാത്തലിക് പ്രസ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് ബോഡിയിലേക്ക് നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ റൗണ്ട് ദ വേൾഡ് ടിക്കറ്റുമായി ഭൂഗോളം മുഴുവൻ ചുറ്റി വരുവാൻ എനിക്ക് ദൈവം അവസരമൊരുക്കിയിട്ടുണ്ട്. അമേരിക്കയിലേക്ക് പോകുവാൻ ഉള്ള മൾട്ടിപ്പിൾ എൻട്രി വിസ എൻ്റെ കയ്യിലുണ്ടായിരിക്കെ, ഇംഗ്ലണ്ടിലേക്ക് പോകുവാൻ അതുപോലുള്ള വിസ എൻ്റെ കയ്യിലുണ്ടായിരിക്കെ, സ്വിറ്റ്സർലൻഡിലും മറ്റ് 8 രാജ്യങ്ങളിലും, പണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിരുന്ന ഹംഗറിയും ക്രൊയേഷ്യയും അൽബേനിയയും മറ്റും, ആ രാജ്യങ്ങൾ സന്ദർശിക്കുവാൻ അവർക്ക് ഇപ്പോൾ മതസ്വാതന്ത്ര്യം ലഭിച്ച സ്ഥിതിക്ക് ഫിയാക് എന്ന ഇന്റർനാഷണൽ റിലീജിയസ് ന്യൂസ് ഏജൻസിയുടെ ഗവേണിംഗ് ബോഡിയെ അവർ ക്ഷണിച്ചിട്ട് ഏഷ്യയെ പ്രതിനിധീകരിച്ച് ഞാൻ മാത്രം അതിലുണ്ടായിരിക്കെ ഞാൻ അതിൽ കടന്നു പോകാൻ നിർബന്ധിതനായ സാഹചര്യത്തിൽ 1993 ജനുവരിയിൽ എറണാകുളത്ത് വെച്ച് ഞാനൊരു സെമിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, അന്നേക്ക് 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോയി ശാസിച്ച എന്റെ കസിന്റെ ഭാര്യ പിന്നീട് അവൾ പോയി ബന്ധുക്കോസിലായെന്നും അതിനെ തുടർന്ന് അവളുടെ ഭർത്താവ് എന്റെ സഹോദരനും ഭാര്യയുടെ വഴി തന്നെ പിന്തുടർന്നു വന്നും അവരെ തിരുവനന്തപുരത്ത് നിന്ന് മാറി എറണാകുളത്ത് ജോലിയോടുള്ള ബന്ധത്തിൽ അവിടെ ആയിരിക്കുന്നുവെന്നും അറിഞ്ഞിട്ട് അവിടെ കടന്നു ചെന്ന് ഞാൻ, അതായത് വൈദികർക്കും കന്യാസ്ത്രീകൾക്കും പ്രൊഫഷണൽ എഡിറ്റിങ്ങിനെ കുറിച്ച് ഒരു സെമിനാർ നടത്തുവാൻ എറണാകുളത്ത് കച്ചേരിപ്പടിക്കലുള്ള ആശീർ ഭവനിൽ ഞാൻ കടന്നു ചെന്നപ്പോഴാണ് എൻ്റെ കസിനും മറ്റും അവിടെ എറണാകുളത്തുള്ള കാര്യം ഞാൻ അറിയുന്നതും അവരുടെ വീട്ടിലേക്ക് ഞാൻ കടന്നുപോയതും. അവിടെ ഞാൻ കടന്നുപോയത് എങ്ങനെയെങ്കിലും അവർ കത്തോലിക്ക സഭയിലേക്ക് മടക്കിക്കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. അപ്പോഴേക്കും അവർ വചനം വെച്ച് എന്നോട് തർക്കിക്കുവാൻ ആരംഭിച്ചു. വചനം വെച്ച് അവരെന്നോട് തർക്കിക്കുകയോ, കത്തോലിക്കരായ എൻ്റെ ഈ സഹോദരങ്ങൾക്ക് വീട്ടിൽ ബൈബിളുണ്ട് അന്നുണ്ടായിരുന്നുവെങ്കിലും ബൈബിളൊന്നും വായിക്കുന്ന ശീലമില്ലായിരുന്നു. കൊന്തയും മടക്കമാസവും അതുപോലെ മറ്റ് നൊവേന പുസ്തകങ്ങളും പ്രാർത്ഥനകളും പഠിക്കുന്നതല്ലാതെ, അത് വായിക്കുന്നതല്ലാതെ മറ്റ് യാതൊരു വിധമായ പ്രാർത്ഥനാശീലവും അവർക്കില്ലാതിരുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് ബൈബിളിനെ കുറിച്ച് അവർക്കൊരു ഗ്രാഹ്യവും ഇല്ലാതിരുന്നത് കൊണ്ട് എന്നോട്, അന്ന് ഞാൻ വിചാരിക്കുന്നത് ബാച്ചലർ ഓഫ് ഡിവിനിറ്റി ഡിഗ്രി എടുത്ത എന്നോട്, സന്യാസവൈദികനായ എന്നോട്, ഇതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യവുമില്ലാത്ത എൻ്റെ ഈ സഹോദരൻ, എൻ്റെ ഈ കസിനും കുടുംബവും അവരിനോട് ബൈബിളിൽ നിന്ന് തർക്കിക്കാനും ബൈബിളിനെ കുറിച്ച് ഇവർക്ക് എന്തറിയാം എന്നുള്ള നിലയിൽ അവരോട് ഞാൻ പറഞ്ഞു, ബൈബിൾ മാത്രം തുടരണ്ട, അതിനെക്കുറിച്ച് മാത്രം എന്നോട് സംസാരിക്കണ്ട എന്ന് പറഞ്ഞു. എന്നാലും അവർക്ക് പറയുവാനുണ്ടായിരുന്നത് ബൈബിൾ മാത്രം. എനിക്ക് പറയുവാൻ ധാരാളം ഉണ്ടായിരുന്നു. ഞാൻ റോമിൽ പോയതും, അനേകവട്ടം റോമിൽ പോയത്, സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഞാൻ കുർബാന അർപ്പിച്ചത്, അവിടെ കൊളോസിയത്തിൽ പോയത്, അവിടെ കാറ്റക്യൂംസ് ഞാൻ സന്ദർശിച്ചത്, ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഭൂമിയിൽ ഞാൻ കാല് ചവിട്ടിയ ആ കോരിത്തരിപ്പിക്കുന്ന അനുഭവങ്ങളാണ് എനിക്ക് ഇവരുമായി പങ്കുവയ്ക്കാനുണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് അതൊന്നുമല്ല പ്രാധാന്യം, അവർക്ക് ദൈവവചനമാണ് പ്രാധാന്യം. അവിടെ അവർ ദൈവവചനത്തിൽ എന്നോട് തർക്കിക്കാൻ തുടങ്ങിയെങ്കിലും ഞാൻ അതിനവരെ സമ്മതിക്കാതെ വന്നപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായ വിടുതലിന്റെ അനുഭവങ്ങൾ അവരിനോട് പങ്കുവയ്ക്കുവാൻ ആരംഭിച്ചു. ദൈവം അവരുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ് അവരെ കൈക്ക് പിടിച്ചു വഴിയെ നടത്തിയ ഓരോ അനുഭവങ്ങൾ, അവർക്കുണ്ടായി ദർശനവും വെളിപ്പാടും, ദൈവത്തിന്റെ ആത്മാവ് അവരോട് സംസാരിച്ചത് മനുഷ്യ സ്വരത്തിൽ തന്നെ അവർ കേട്ടതും അതുപോലെ നടന്നതും, അവർക്കുണ്ടായ അത്ഭുത രോഗസൗഖ്യം, ദൈവം അവർക്ക് കൊടുത്ത ആലോചനകള് ദിവസവും മാസവും തീയതിയും തെറ്റാതെ അതോരോന്നും അതുപോലെ നടന്ന അനുഭവങ്ങൾ അവരിനോട് പങ്കുവെച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെടുവാൻ ആരംഭിച്ചു.
നീ എന്നോട് ചോദിച്ചു കൊണ്ടിരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എന്റെ സ്വർഗാരോഹണ ശേഷം പോലും എന്റെ ശിഷ്യന്മാരെ പത്രോസിനെയും പൗലോസിനെയും ഫിലിപ്പോസിനെയും എല്ലാം എന്റെ ആത്മാവ് കൈക്ക് പിടിച്ച് വഴി നടത്തിയില്ലേ, നിന്നെ എന്തുകൊണ്ട് അതുപോലെ കൈക്ക് പിടിച്ച് വഴി നടത്തുന്നില്ല എന്ന് നീ ചോദിച്ചു കൊണ്ടിരുന്നില്ലേ? ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇതാ. നിന്റെ കുടുംബത്തിൽ തന്നെ, നിന്റെ സഹോദരന്റെ ഭവനത്തിൽ തന്നെ നിനക്ക് പിഴവ് തന്ന സ്ഥിതിക്ക് സത്യം വെളിപ്പെട്ട് കിട്ടി നീ എന്റെ വചനവും എടുത്ത് എന്റെ സാക്ഷിയായി തെരുവിലേക്ക് ഇറങ്ങും. പ്രിയപ്പെട്ടവരെ, 1979 മുതൽ ദൈവഹിതം ചെയ്യുവാനും ദൈവം എന്നെ എങ്ങോട്ട് നയിച്ചാലും അങ്ങോട്ട് പോകുവാനും എന്ത് ചെയ്യാൻ ആവശ്യപ്പെട്ടാലും അത് ചെയ്യുവാനും ഞാൻ സമർപ്പിച്ച് കൊടുത്തിരുന്നു. എങ്കിൽ തന്നെയും ദൈവം വ്യക്തമായും എന്നോട് ഇപ്പോൾ ഇടപെട്ട് കഴിഞ്ഞ് എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി തന്നു കഴിഞ്ഞിട്ട് ഇറങ്ങുവാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങുവാൻ തയ്യാറായില്ല. കാരണം ജനുവരി ഏപ്രിൽ മാസം എനിക്ക് സ്വിറ്റ്സർലൻഡിൽ കൗൺസിൽ മീറ്റിങ്ങിന് പോകണം. ആ മെയ് മാസം 8 രാജ്യങ്ങൾ സന്ദർശിക്കാനായിട്ട് പോകണം. അതുകൊണ്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിക്കൊള്ളാം. ഞാൻ അന്ന് ബോംബെയിലായിരുന്നു, എൻ്റെ ഓഫീസിന്റെ ബോംബെയിലേക്ക് ഞാൻ മടങ്ങിപ്പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒട്ടും സ്വസ്ഥതയില്ല. രാവും പലും ദൈവത്തിന്റെ ആത്മാവ് എന്നോട് നിരന്തരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. നീ എന്റെ വചനവും എടുത്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങൂ, തെരുവിലേക്ക് ഇറങ്ങൂ, തെരുവിലേക്ക് ഇറങ്ങുവെന്ന്. ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ അസ്വസ്ഥനായ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഞാൻ ഇറങ്ങാം. പക്ഷേ ലക്ഷക്കണക്കിന് രൂപ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഔദ്യോഗിക തലങ്ങളിലാണ് ഞാൻ ആയിരിക്കുന്നത്. എനിക്കിതിലും ജസ്റ്റ് ഒന്ന് ഇട്ടെറിഞ്ഞിട്ട് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ കണക്കുകളെല്ലാം ഓഡിറ്റ് ചെയ്ത് ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ഏൽപ്പിക്കേണ്ടവരെയൊക്കെ ഏൽപ്പിച്ചിട്ട് പോകുവാനുള്ള ഒരു സാവകാശമെങ്കിലും നീ എനിക്ക് തരുമെന്ന് ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലരും അങ്ങനെയല്ലേ ചെയ്യുക? ഞാൻ ചെയ്തതുപോലെ, അതായത് സത്യം അറിഞ്ഞു കഴിഞ്ഞിട്ടും പിന്നെയും നമുക്ക് പല ചോദ്യങ്ങൾ ദൈവത്തോടുണ്ട്. സാവകാശം നാം ചോദിക്കാറുണ്ട്, സമയം ചോദിക്കാറുണ്ട്. എൻ്റെ മകളെ കെട്ടിച്ചയക്കുന്നത് വരെ, എൻ്റെ മകനൊരു ജോലി ലഭിക്കുന്നത് വരെ. മറ്റു ചിലർക്ക് അങ്ങനെയല്ല. അവര് സത്യം അറിയാം, പക്ഷെ മരിച്ചാൽ ഇവിടെ കൊണ്ടടക്കും, മക്കളെ ആര് വിവാഹം കഴിക്കും? ഇങ്ങനെയൊക്കെയുള്ള ചിന്ത അലട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ നമ്മുടെ ഇടയിലില്ലേ? ഞാനും അതുപോലെ അലട്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അവസാനം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞാൻ എല്ലാം വിട്ടിറങ്ങാം. പക്ഷെ ഒരു കാര്യം, ഞാൻ എവിടെ പോയി അന്തി ഉറങ്ങും? ഞാൻ എന്തെടുത്ത് ഭക്ഷിക്കും? ലക്ഷക്കണക്കിന് രൂപ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി, പക്ഷെ അതെന്റേതല്ല. ഔദ്യോഗികമായി ഒരു സന്യാസ വൈദികൻ എന്ന നിലയിൽ, ദാരിദ്ര്യ വ്രതം എടുത്തിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ, ഒരു പൈസ പോലും സ്വന്തമായി സമ്പാദിക്കാൻ പാടില്ലാത്ത എനിക്ക് ഇതെല്ലാം വിട്ടയച്ച ഒരു പൈസ പോലും കയ്യിലില്ലാതെ ഇറങ്ങേണ്ടി വരും. എന്റെ ആശ്രമ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചാൽ അവരെന്നെ വിടില്ല. എന്റെ സ്ഥാപനത്തോട് പറഞ്ഞാൽ അവരെന്നെ പോകാൻ അനുവദിക്കില്ല. ഒരു രഹസ്യമായിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെടണം. ഒരു പൈസ പോലും എന്നാൽ എന്റെ കയ്യിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് അവസാനമായി ചോദിച്ചു, കർത്താവേ ഞാൻ ഇറങ്ങാം, പക്ഷെ എവിടെ പോയി അന്തി ഉറങ്ങും? എന്തെടുത്ത് ഭക്ഷിക്കും? അമേരിക്കയിലേക്ക് പോകുവാൻ എനിക്ക് മൾട്ടിപ്പിൾ എൻട്രി വിസയുണ്ട്. ഇംഗ്ലണ്ടിലേക്ക് പോകുവാനുള്ള അതുപോലുള്ള വിസയുണ്ട്. സ്വിറ്റ്സർലൻഡിൽ പോകാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടു കഴിഞ്ഞു. 8 രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ എവിടെയെങ്കിലും പോയി എനിക്ക് സെറ്റിൽ ചെയ്യാം. ലക്ഷക്കണക്കിന് രൂപയും എന്റെ കയ്യിലുണ്ടല്ലോ. അതുമായിട്ട് ഞാൻ പോയാലും ആരും അതിന്റെ പിന്നാലെ എന്നെ അന്വേഷിച്ച് വരികയില്ല എന്നെനിക്കറിയാം. എങ്കിലും ഒരു സന്യാസ വൈദികൻ എന്ന നിലയിൽ ഞാനതെല്ലാം വിട്ടേച്ച് ആദ്യത്തെ ഞായറാഴ്ച സ്തോത്രകാഴ്ച ഇടുവാൻ ഒരു പൈസ പോലും കയ്യിലില്ലാത്ത അവസ്ഥയിൽ ഞാൻ ഇറങ്ങി പുറപ്പെടാനിരിക്കുമ്പോഴാണ് ഞാൻ ദൈവത്തോട് ചോദിക്കുന്നത്, ദൈവമേ ഞാൻ എവിടെ പോയി അന്തി ഉറങ്ങും? ഞാൻ എന്തെടുത്ത് ഭക്ഷിക്കും? അതിനെനിക്ക് ദൈവം നൽകിയ മറുപടി എന്താണെന്ന് കേൾക്കണോ? ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുണ്ട്, കുറുനരികൾക്ക് കുഴികളുണ്ട്, മനുഷ്യപുത്രന്റെ ഭൂമിയിൽ തലചായ്ക്കാൻ ഇടമില്ല. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ബൈബിൾ വചനത്തിലൂടെ എന്നോട് ഇടപെട്ടു. ഞാൻ പറഞ്ഞു, കർത്താവേ അങ്ങനെയാണെങ്കിൽ ഇനി പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും സാരമില്ല, കടത്തെണ്ണകളിൽ പോയി ഉറങ്ങേണ്ടി വന്നാലും സാരമില്ല, ഞാനിതാ നിനക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു. എന്നെ ശ്രമിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, 12 വർഷം കഴിഞ്ഞു ഞാൻ അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിട്ട്. ഇതുവരെ ഒരു ദിവസം പോലും കർത്താവിനെ പട്ടിണിക്ക് ഇട്ടിട്ടില്ല. ഒരു ദിവസം പോലും കർത്താവിനെ കടത്തെണ്ണകളിൽ ഉറക്കിയിട്ടില്ല. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കൂ, അതോടുകൂടി ഇവയൊക്കെ നൽകാമെന്ന് പറഞ്ഞ കർത്താവ് ഭക്ഷണത്തിന് ഭക്ഷണവും പാർപ്പിടത്തിന് പാർപ്പിടവും വസ്ത്രത്തിന് വസ്ത്രവും നൽകുക മാത്രമല്ല,
പിതാവിനോട് ചോദിക്കുന്നവർക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ തന്നെ എത്ര അധികമായിട്ടാണ് നൽകുന്നത് എന്ന വചനപ്രകാരം കൃപകളും കൃപാവരങ്ങളിലൂടെയും നടത്തുവാൻ ആരംഭിച്ചു. 1993 ഫെബ്രുവരി മാസം 23-ാം തീയതി എന്റെ ആശ്രമം വിട്ട് പുറത്തേക്ക് വന്നു. എറണാകുളത്തുള്ള എന്റെ സഹോദരന്റെ ഭവനത്തിലേക്കാണ് ഞാൻ കടന്നു വന്നത്. ഞാൻ ഇതിനിടെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു. നീ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞു, കർത്താവേ, അത് മാത്രം എന്നെ കൊണ്ട് പറ്റില്ല. ഞാനൊരു പുരോഹിതനാണ്. ഞാൻ അനേകരെ സ്നാനപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ്. സ്നാനം ഞാൻ സ്വീകരിച്ചത് ആ സ്നാനം ഒരിക്കലായിട്ട് മതിയല്ലോ. ഒരു കർത്താവ്, ഒരു വിശ്വാസം, ഒരു സ്നാനം എന്നാണല്ലോ. ഞാനത് സ്വീകരിച്ചാണ്. അത് മതി എന്ന് ഞാൻ വാശി പിടിച്ചു തന്നു. കർത്താവ് പറഞ്ഞു, നീ എന്തൊക്കെ ഉപേക്ഷിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞാലും ശരി, നീ വെള്ളത്തിൽ മുങ്ങി സ്നാനമേൽക്കാത്തിടത്തോളം കാലം നിനക്ക് എന്നോടുകൂടി പങ്കില്ല. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി എന്നോട് ഇടപെട്ടു, പല അളവിൽ ഇടപെട്ടു. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ പൗലോസ് ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് എഫേസസിലെത്തിയപ്പോൾ അവിടെ കുറച്ച് ശിഷ്യന്മാരെ കണ്ടു. അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവർ ചോദിച്ചു, പരിശുദ്ധാത്മാവോ? അങ്ങനെ ഒന്നുണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ പൗലോസ് ചോദിച്ചു, ഏത് സ്നാനമാണ് നിങ്ങൾ സ്വീകരിച്ചത്? ചിലരെന്ന് പറയാറുണ്ട്, യേശുവിന്റെ നാമത്തിലുള്ള സ്നാനം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ തന്നെ സ്നാനമേൽക്കണമെന്ന്. എന്നാൽ യേശു പഠിപ്പിച്ചത് വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്ന്. അതുകൊണ്ടാണ് പൗലോസ് എഫേസസിലെ ശിഷ്യന്മാരോട് എടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ പിന്നെ ഏത് സ്നാനമാണ് സ്വീകരിച്ചത്? കാരണം ഇവര് സ്നാനപ്പെട്ടതാണെന്ന് അവർക്ക് പൗലോസിന് അറിയാം. അവർ ശിശുക്കളായിരുന്നപ്പോഴല്ല സ്നാനപ്പെട്ടതെന്നുള്ള കാര്യവും അറിയാം. പ്രായപൂർത്തിയായ അവർ യേശുവിന്റെ നാമത്തിലുള്ള സ്നാനമാണ് സ്വീകരിച്ചതെങ്കിൽ അവർ മാനസാന്തരപ്പെട്ടതിന് ശേഷം വിശ്വസിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം ഏറ്റ് അവർക്ക് പരിശുദ്ധാത്മാവിൻ എന്ന് കേട്ടിട്ട് പോലുമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് പൗലോസ് എടുത്തു ചോദിച്ചത്, പിന്നെ ഏത് സ്നാനമാണ് നിങ്ങൾ സ്വീകരിച്ചത്? അപ്പോൾ അവർ പറഞ്ഞു, യോഹന്നാന്റെ സ്നാനം, സ്നാപക യോഹന്നാന്റെ സ്നാനം. അത് മാനസാന്തര സ്നാനമാണ്. എന്നാൽ യേശുവിന്റെ നാമത്തിലുള്ള സ്നാനം സ്വീകരിക്കുവാൻ പൗലോസ് അവരെ ഉദ്ബോധിപ്പിക്കുകയും അവർ വീണ്ടും സ്നാനം കേൾക്കുകയും ചെയ്തതായിട്ട് അവിടെ കാണുന്നുണ്ട്. വീണ്ടും സ്നാനമേറ്റു. അങ്ങനെയാണെങ്കിൽ ഞാൻ കത്തോലിക്ക സഭയിലായിരുന്നപ്പോൾ വിശ്വസിച്ചല്ല സ്നാനമേറ്റത്. യേശു ആരാണെന്നോ യേശു എന്താണെന്നോ യേശുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടുള്ള പങ്കാളിത്തമാണോ സ്നാനമെന്നോ ഒന്നും അറിയാതെ ഒരു ശിശുവായിരുന്നപ്പോൾ, അതും ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞിട്ട് ജ്ഞാനം വന്നതിന് ശേഷമുള്ള സ്നാനമല്ല ഞാൻ സ്വീകരിച്ചത്. മാമോദീസ മുങ്ങി എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ മാമോദീസ മുങ്ങിയിട്ടില്ല. ഒരു കുഞ്ഞിനെയും ഒരു പുരോഹിതനായി ഞാൻ മാമോദീസ മുക്കിയിട്ടുമില്ല. നോക്ക്, ഇത്രയും വെള്ളമേ ഞാൻ മാമോദീസ മുക്കുവാനായിട്ട്, കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനസ്നാനം നൽകുവാനായിട്ട് എടുക്കുമായിരുന്നത്. ഞാനെന്നല്ല, എല്ലാ കത്തോലിക്ക പുരോഹിതന്മാരും കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കുവാൻ ഏകദേശം ഇത്രയും വെള്ളമാണ് എടുക്കുന്നത്. എന്നിട്ട് 3 പ്രാവശ്യം കുഞ്ഞിന്റെ തലയിൽ അല്പം അല്പമായിട്ട് ഈ വെള്ളം ഒഴിച്ചിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു എന്ന് പറയുകയാണ് പതിവ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ട്രൈ വെള്ളത്തിൽ ഒരാളെ കുഴിച്ചിടാൻ പറ്റുമോ? സ്നാനം യേശുവിനോട് തന്റെ മരണത്തിലുള്ള പങ്കാളിത്തവും തന്റെ ശവസംസ്കാരത്തോടുള്ള പങ്കാളിത്തവും കുഴിച്ചിടുന്ന അനുഭവത്തിലുള്ള പങ്കാളിത്തവും വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത് ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ തേജസ് ധരിച്ച് ആ ജീവിതം നയിക്കുന്നതിന് വേണ്ടി യേശുവിന്റെ പുനരുത്ഥാനത്തോടുള്ള ഏകീഭാവവുമാണ്. അങ്ങനെയാണെങ്കിൽ സ്നാനം, ഞാൻ സ്വീകരിച്ച ശിശു സ്നാനം ആ ബൈബിളിലുള്ള സ്നാന ശുശ്രൂഷ അല്ല. അതുകൊണ്ട് വീണ്ടും സ്നാനം സ്വീകരിക്കുന്നത് വചനപ്രകാരം യഥാർത്ഥത്തിൽ കർത്താവ് ആവശ്യപ്പെട്ടതുപോലെ വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിക്ക് വിധേയനാകും എന്നുള്ള കൽപ്പനയനുസരിച്ച്, കർത്താവിന്റെ പഠിപ്പിക്കൽ അനുസരിച്ച് വിശ്വസിച്ച് വെള്ളത്തിൽ മുങ്ങി സ്നാനം സ്വീകരിക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ 1993 ഫെബ്രുവരി മാസം 27-ാം തീയതി ഞാൻ വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനം സ്വീകരിച്ചു.
സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഭീതി. കാരണം ഇന്ത്യയിലെ എല്ലാ മെത്രാന്മാരും, അന്ന് ജീവനോടുകൂടിയിരുന്ന എല്ലാ കത്തോലിക്ക മെത്രാന്മാരും എന്നെ അറിയും. CBCI സെന്ററിന്റെ മിനിസ്റ്ററായി ഞാൻ 2 വർഷക്കാലം സേവനം അനുഷ്ഠിച്ചിരുന്നത് കൊണ്ട് റോമിലെ വറ്റിക്കൻ റേഡിയോയിലുള്ളവർ പ്രത്യേകിച്ചും എന്നെ അറിയും. ഞാൻ ഒന്നിലധികം പ്രാവശ്യം അവിടെ കടന്നുപോയി. അവിടെ അവരുമായി സഹകരിച്ച് അവരുമായുള്ള പങ്കാളിത്തത്തിൽ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇവരൊക്കെ എന്നോട്, അവര് ഞങ്ങളുടെ സന്യാസ സമൂഹത്തിലെ വൈദികർ, ഇവരൊക്കെ എന്നോട് അച്ഛനെന്തായി കാണിച്ചത് എന്ന് ചോദിച്ചാൽ അത് ഞാൻ എന്ത് മറുപടി പറയും? അവർ ഫേസ് ചെയ്യാൻ എനിക്ക് ഭയമായി. അതുകൊണ്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് ദൈവവചനം ധ്യാനിക്കാം. ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുവാൻ കർത്താവിന്റെ ആധരങ്ങളിൽ മേൽ എന്റെ വചനം തരയണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 40 ദിവസം വരെയുള്ള ഉപവാസത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞു. ഞാനും 40 ദിവസത്തെ ഉപവാസം എടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ എൻ്റെ സഹോദരനും മറ്റ് വിശ്വാസികളും എന്നെ അതിൽ നിരുത്സാഹപ്പെടുത്തി. അവരോട് പറഞ്ഞു, 40 ദിവസം പൂർണ്ണമായും ഭക്ഷണം ഉപേക്ഷിച്ച് രാവും പകലും വെള്ളമോ ചായയോ ഗീരകൊള്ളമോ കുടിച്ചുകൊണ്ട് മാത്രം ആരും ഒറ്റയടിക്ക് അങ്ങനെ ഇരുന്നിട്ടില്ല. 1 ദിവസം, 3 ദിവസം, 7 ദിവസം, 21 ദിവസം, അത് ഒരു നേരം ഭക്ഷിച്ചുകൊണ്ട് അല്ലാതെ പല ആവർത്തി ഇങ്ങനെ ഉപവസിച്ചതിന് ശേഷമാണ് 40 ദിവസം പൂർണ്ണമായി ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവാസം ഇരുന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒറ്റയടിക്ക് ചെയ്യുന്ന അപകടമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു, അങ്ങനെ ഉപവസിച്ചിട്ടുള്ളവരിൽ ആരെങ്കിലും ഇപ്പോഴും ജീവനോടുകൂടി ഇരിപ്പുണ്ടെങ്കിൽ ഇതെനിക്ക് ടെസ്റ്റ് കേസാണ്. കർത്താവാണ് എന്നെ വിളിച്ചിറക്കിയതെങ്കിൽ, ഇതാണ് യഥാർത്ഥത്തിലുള്ള സത്യത്തിന്റെ പാതയെങ്കിൽ 40 ദിവസം പൂർണ്ണമായും ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവസിക്കാനുള്ള കൃപ കർത്താവ് എനിക്ക് നൽകും എന്ന് പറഞ്ഞുകൊണ്ട് സ്നാനപ്പെട്ടതിന്റെ 4-ാം ദിവസം മുതൽ ഞാൻ ഉപവാസം ആരംഭിച്ചു. ഓരോ ദിവസം കഴിയുന്തോറും ദൈവം എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആരംഭം മുതൽ കർത്താവ് എനിക്ക് ദർശനവും വെളിപ്പാടും നൽകി. 14-ാമത്തെ ദിവസം ആത്മാവിന്റെ ശക്തികൾ നിറഞ്ഞ അന്യഭാഷയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിച്ചു. അതുപോലെ തന്നെ ഗൗരവതരമായ 2 രോഗത്താൽ ഞാൻ ഭാരപ്പെട്ടിരുന്നു. ഡൽഹിയിലെ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് വന്നും പോയുമുള്ള ചികിത്സയിലായിരുന്നു. ഡോക്ടർ സുമന്റെ ട്രീറ്റ്മെന്റ്, എക്സ്റേകൾ പലതരത്തിൽ സ്കാൻ ചെയ്തു. ഡോക്ടേഴ്സ് പറഞ്ഞത് ശരീരം മുഴുവൻ തളർന്നു പോകാവുന്ന തരത്തിലുള്ള ഒരു രോഗമാണ്, പ്രത്യേക ചികിത്സകളൊന്നുമില്ല, ഫിസിയോതെറാപ്പിയുടെ കുറെ എക്സസൈസുകളുണ്ട്, അത് ചെയ്യണം. അങ്ങനെ തുടർച്ചയായി ഈ എക്സസൈസുകൾ ചെയ്യാതെ വരുമ്പോൾ ഭുജങ്ങൾക്കകത്ത് സൂചികൾ കൊണ്ട് കുത്തുന്ന പോലത്തെ വേദന അനുഭവപ്പെടും. കൈയും കാലും ചലിപ്പിക്കുവാനാകില്ല, കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുവാനാകില്ല, ഇരിക്കാനോ കിടക്കാനോ കഴിയുമായിരുന്നില്ല. ഞാൻ ഉപവാസം തുടങ്ങിയ നാളുകളിൽ ഈ എക്സസൈസ് ചെയ്യുന്ന കാര്യമൊക്കെ അങ്ങ് വിട്ടു. ഉപവാസം തുടങ്ങിയതിന്റെ 2-ാമത്തെ ഞായറാഴ്ച എനിക്ക് ആരാധിക്കാൻ പോകാൻ എന്റെ ഷർട്ട് മാറുവാൻ കഴിയുന്നില്ല. കൈ ഒന്ന് ചലിപ്പിച്ചിട്ട് വേണ്ടേ ഡ്രസ്സ് മാറുവാൻ, പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ എന്റെ കസിൻ പറഞ്ഞു, നമുക്ക് വെള്ളം ചൂടാക്കി ആവി പിടിക്കാം, അപ്പോൾ അല്പം ആശ്വാസം ലഭിക്കുമല്ലോ, എന്നിട്ട് ഡ്രസ്സ് മാറി ആരാധിക്കാൻ പോകാമെന്ന്. ഞാൻ പറഞ്ഞു, വേണ്ട, ഇപ്പോൾ തന്നെ വളരെ ലേറ്റായി, നമുക്ക് എങ്ങനെയെങ്കിലും ആരാധിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ആരാധിക്കാനായിട്ട് കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ എല്ലാവരും കൈയടിച്ച് പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ നോക്കി പോലെ ഞാൻ മാത്രം കൈ ചലിപ്പിക്കാതെ അവിടെ ഇരിക്കുന്നത് എങ്ങനെ? അതുകൊണ്ട് ഞാൻ എന്ത് വേദന സഹിച്ചായിരുന്നാലും കൈയടിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൈയടിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ടുകൊണ്ട് ചോദിച്ചു, നീ എന്നെ ഇങ്ങനെ കൈയടിച്ച് പാട്ടുപാടി സ്തുതിക്കുന്നത് വഴി നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ എക്സസൈസ് ആണോ നിന്റെ ഫിസിയോതെറാപ്പിയിൽ നിന്നുള്ള എക്സസൈസ്? അപ്പോഴാ ഇരിപ്പിലിരുന്നു കൊണ്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങനെയാണെങ്കിൽ മേലിൽ ഞാൻ ഫിസിയോതെറാപ്പിയുടെ എക്സസൈസ് ചെയ്യുകയില്ല. അവിടെ നിന്ന് സുഖപ്പെടുത്തുമ്പോൾ എനിക്ക് സുഖമായാൽ മതിയെന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞു തീർന്നില്ല. ആ നിമിഷം അത്ഭുതകരമായി ദൈവനെ സൗഖ്യമാക്കി. എനിക്ക് കഴുത്ത് തിരിക്കാം, കൈ ചലിപ്പിക്കാം. കൃപയാൽ ദൈവം എന്നെ സൗഖ്യത്തോടെ നടത്തുന്നു. ഡോക്ടേഴ്സിനോട് പറഞ്ഞത് തലയിണൊന്നും ഉപയോഗിക്കരുത്, ഫ്ലാറ്റ് ആയിട്ട് കിടന്നുറങ്ങണമെന്നൊക്കെയാണ്. പക്ഷെ അന്നുപോലെ ഞാൻ തലയിണ ഉപയോഗിക്കാൻ തുടങ്ങി. കർത്താവ് വിടുവിച്ചാൽ എന്തിനു പേടിക്കണം?
ദൈവത്തിന് സ്തോത്രം. അതുപോലെ 1977 ഞാൻ കൊട്ടിയത്തായിരുന്നപ്പോൾ ഉദര സംബന്ധമായ ഒരു അസുഖം ബാധിച്ച് ഞാൻ കൊട്ടിയത്തുള്ള ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ചെയ്ത് കിടന്നു. അത് 2 ആഴ്ചയോളം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. ഡോക്ടർ കുര്യൻ അന്ന് എന്നോട് പറഞ്ഞത്, അച്ഛൻ അക്യൂട്ട് ഹൈപ്പർ അസിഡിറ്റിയാണ്, ഒരു നേരം പോലും ഭക്ഷണം ഒഴിവാക്കരുത്, ദീർഘദൂര യാത്ര ചെയ്യുമ്പോഴും സോൾട്ട് ബിസ്ക്കറ്റ് എങ്കിലും എപ്പോഴും കയ്യിൽ കരുതിയിരിക്കണം, ബേണിംഗ് സെൻസേഷൻ ഉണ്ടാകുമ്പോൾ, വയറിരിച്ചിലുണ്ടാകുമ്പോൾ ഈ ബിസ്ക്കറ്റ് കഴിക്കണമെന്ന്. അങ്ങനെ നിർദ്ദേശം ലഭിച്ചിരുന്ന ഞാനാണ് 40 രാവും 40 പകലും പൂർണ്ണമായും ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവസിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ രോഗത്തിന്റെ ചിന്ത എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഉപവസിക്കുന്നത് കാരണം നീ ഹൈപ്പർ അസിഡിറ്റി എന്നല്ല, ഏത് അസുഖം വന്നാലും ഞാൻ സഹിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഹൈപ്പർ അസിഡിറ്റി എവിടെ പോയെന്ന് എനിക്കറിയില്ല. ദൈവം അത്ഭുതകരമായി അതിൽ നിന്നും എന്നെ വിടുവിച്ചതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം. ഞാൻ കത്തോലിക്ക സഭയിലായിരുന്നപ്പോൾ ഞാൻ യേശുവിൽ വിശ്വസിച്ചു. എന്നാൽ ഇപ്പോൾ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, ഇവിടെ ഞാൻ യേശുവിനെ കാണുന്നു, ഇവിടെ ഞാൻ യേശുവിനെ കേൾക്കുന്നു, ഇവിടെ ഞാൻ യേശുവിനെ സ്പർശിച്ചനുഭവിച്ചറിയുന്നു. എൻ്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ് കൈക്ക് പിടിച്ച് വഴി നടത്തുന്ന ഓരോ അനുഭവങ്ങളിലൂടെ ദൈവം എന്നെ കൊണ്ട് നടക്കുകയാണ്. എൻ്റെ സഹോദരങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്, കത്തോലിക്ക സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കാമായിരുന്നില്ലേ എന്ന്. കരിസ്മാറ്റിക് ധ്യാനം ആരംഭിച്ച കാലഘട്ടത്തിൽ തന്നെ ഞാൻ കരിസ്മാറ്റിക് ധ്യാനത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കരിസ്മാറ്റിക് ധ്യാനം പ്രസംഗിച്ചിട്ടുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ ഞാൻ കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വ്യക്തമായിട്ട് ഇടപെട്ടു. എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ തുറന്നടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ മോവിഷ്ടാകാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗമരുത്, അവനോടുകൂടി ഭക്ഷണം പോലും കഴിക്കരുത് എന്ന്. സഭയ്ക്കകത്ത് നിന്നുകൊണ്ട്, വിഗ്രഹങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് നിനക്ക് എങ്ങനെ എന്നെ ആരാധിക്കാൻ കഴിയുമെന്ന് ദൈവാത്മാവിനോട് ഇടപെട്ടു. ഞാൻ പറഞ്ഞു, കർത്താവിൽ വിഗ്രഹാരാധന പാവമാണെന്ന് കത്തോലിക്ക സഭയിൽ സെമിനാരിയിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ചെയ്യുന്നത്, കത്തോലിക്ക സഭയിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ആരാധനയല്ല, അത് വണക്കമാണ്. ദൈവത്തിന്റെ ആത്മാവ് അപ്പോൾ വ്യക്തമായിട്ട് വചനത്തിലൂടെ എന്നോട് ഇടപെട്ടു. പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ, മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ സമുദ്രത്തിലോ ഉള്ള യാതൊന്നിന്റെയും പ്രതിമയുണ്ടാക്കി, വിഗ്രഹമുണ്ടാക്കി, സ്വരൂപമുണ്ടാക്കി അതിന്റെ മുമ്പിൽ തലവണക്കരുത് എന്ന്, അതിനെ നമസ്കരിക്കരുത് എന്ന് വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ടു. അതുപോലെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് പിന്നെ എന്നോട് പറഞ്ഞത്, മദ്യപാനികളുമായി സംസർഗമരുത്, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം പോലും കഴിക്കരുത് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എന്റെ മരണത്തിന്റെ ഓർമ്മയ്ക്കായി, എന്റെ ശരീരം നുറുക്കപ്പെട്ടതിന്റെ, എന്റെ രക്തം ചൊരിഞ്ഞതിന്റെ ഓർമ്മയ്ക്കായി പങ്കിട്ട് അനുഭവിക്കുവാൻ തന്ന ആ തിരുവത്താഴം നീ മദ്യപിക്കുന്നവരുമായി പങ്കുവയ്ക്കുന്നില്ലേ? ദൈവത്തിന്റെ ആത്മാവ് ചോദിച്ചു. അതിനെനിക്ക് മറുപടി പറയാനില്ലായിരുന്നു. കാരണം ശരിയാ, ഞാൻ അനേക വട്ടം അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് എന്നോട് ഇടപെട്ടു. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട വേർപെട്ടിരിപ്പി, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്നുള്ള ദൈവിക വചനത്തിന്റെ ആലോചന പ്രകാരം കത്തോലിക്ക സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് പിന്നെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെടുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ പ്രേരിപ്പിച്ചതിന്റെ മേലാണ് ഞാൻ കത്തോലിക്ക സഭയ്ക്ക് പുറത്തു നിന്നുകൊണ്ട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളതും അതിൻ്റെതായ പാരമ്പര്യവും അനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ സുവിശേഷം പറഞ്ഞ് വൈദികരും കന്യാസ്ത്രീകളും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വളരെ സന്തോഷകരമായ ആ അനുഭവത്തിൽ ഞാനായിരിക്കുന്നു. അന്ധകാരത്തിൽ നിന്ന് നിങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് വേർതിരിച്ചവന്റെ സൽഗുണങ്ങളെ കീർത്തിക്കുവാൻ കർത്താവിനെയും കണ്ട് അവിശ്വസ്തനായിരുന്ന, അവിശ്വാസിയായിരുന്ന എന്നെയും പാപത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് വലിച്ചെടുത്ത് എന്നെയും കർത്താവിന്റെ യഥാർത്ഥ മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരനായി ഇന്ന് തീർത്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മനസ്സേ വ്യാകുലമരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. മനസ്സേ വ്യാകുലമരുതേ,
മനസ്സ് തുറക്കുമ്പോൾ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ അഞ്ജലി പോളാണ്. ഒരു സിസ്റ്റർ ഇന്ന് നമ്മളോട് തൻ്റെ അനുഭവം പങ്കുവയ്ക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഇനി തൻ്റെ നാവിൽ കൂടെ തന്നെ തൻ്റെ അനുഭവങ്ങൾ നമുക്ക് ശ്രമിക്കാം. എൻ്റെ പേര് സിസ്റ്റർ അഞ്ജലി പോൾ. ഭക്തിയുള്ള ഒരു കത്തോലിക്ക വിശ്വാസിനിയും കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹത്താൽ 8 വർഷം മലങ്കര കത്തോലിക്ക സഭയിൽ ഡോട്ടേഴ്സ് ഓഫ് മേരി എന്നറിയപ്പെടുന്ന സന്യാസി സമൂഹത്തിൽ ഒരു കന്യാസ്ത്രീയായി ജീവിച്ചിട്ടും ദൈവ അനുഭവമോ ഹൃദയ സമാധാനമോ ലഭിച്ചില്ല എന്ന ദുഃഖ സത്യമാണ് സന്യാസം ഉപേക്ഷിച്ചു പോരുവാൻ എന്നെ നിർബന്ധിച്ച ഏക ഘടകം. സക്രാരിക്ക് മുമ്പിൽ കർത്താവിന്റെ തിരുമുമ്പിൽ എന്ന പോലെ ചൊരിഞ്ഞ കണ്ണുനീരുകളും ആത്മാർത്ഥമായ പ്രാർത്ഥനകളും ഏറ്റുപറഞ്ഞ കുംഭസാരങ്ങളും ചൊല്ലിത്തീർത്ത ജപമാലകളും കണ്ടു തീർത്ത കുർബാനകളുമൊക്കെ വ്യർത്ഥമായപ്പോൾ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെ അവിടെ കണ്ടെത്തുക സാധ്യമല്ല എന്നെനിക്ക് ബോധ്യമായി. അങ്ങനെ ഇത്രയും ദൈവത്തോടടുത്ത് ഇത്രത്തോളം പ്രാർത്ഥനകളൊക്കെയും ചൊല്ലുമ്പോഴും ആ ദൈവത്തെ അടുത്തറിയാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതിൻ്റെ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി പറയാമോ? കാര്യം വ്യക്തമായി പറഞ്ഞാൽ, ആര് എന്നെ അനുഗമിക്കും എന്ന ചോദ്യത്തിന് കർത്താവെ ഞാനുണ്ട് നിന്നെ അനുഗമിക്കാൻ എന്ന് പറഞ്ഞ് 1999 ഞാൻ തിരുവനന്തപുരത്തുള്ള എൻ്റെ സന്യാസ സമൂഹത്തിലേക്ക് കടന്നു പോകുന്നു. അവിടെ ചെന്നതിന് ശേഷം ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും പല കഷ്ടതകളും പ്രയാസങ്ങളും ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അവയൊക്കെയും എൻ്റെ കർത്താവിന് വേണ്ടി ഇനിയും എന്തെങ്കിലും ചെയ്യാമല്ലോ എന്നുള്ളൊരു ആശ മനസ്സിലുള്ളത് എന്തുകൊണ്ട് അതെല്ലാം ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. പക്ഷേ ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും പിന്നിടുമ്പോഴും എൻ്റെ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ അവിടെ സാധിക്കുകയില്ല എന്നുള്ള ആ വലിയ കാര്യം കർത്താവ് എനിക്ക് മനസ്സിലാക്കി തരുവാൻ ഇടയായി. കർത്താവ് എൻ്റെ അടുത്ത് ചോദിച്ചു, നീ അധികാരിക്ക് സേവനം ചെയ്യാനോ സഭയ്ക്ക് സേവനം ചെയ്യാനോ സമൂഹത്തിന് സേവനം ചെയ്യാനോ ആർക്ക് സേവനം ചെയ്യാൻ വേണ്ടി നീ ഇറങ്ങിത്തിരിച്ചു? എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് നീ വന്ന് ഇന്നിവിടെ കുത്തിയിരിക്കുകയാണോ ചെയ്യുന്നത്? ഇത് ബന്ധനത്തിന്റെ ജീവിതമാ, ഇതിൽ നിന്ന് രക്ഷപ്പെട്ടേ മതിയാകൂ എന്നെ കർത്താവ് എന്നെ ഓർമ്മിപ്പിക്കുവാനായിട്ടിടയായി. അപ്പൊ അഞ്ജലിയുടെ ഏറ്റവും വലിയ ആഗ്രഹം കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, യേശുവിന് വേണ്ടി ജീവിക്കണം, യേശുവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നുള്ളതായിരുന്നു. അപ്പൊ ആ ഒരു അനുഭവം അവിടെ ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പാവങ്ങളുടെ ഇടയിൽ പോയി ശുശ്രൂഷിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഞാൻ ചെന്ന് സിസ്റ്റർ ആയതിനു ശേഷം 2 വർഷമായപ്പോൾ എൻ്റെ മദർ എൻ്റെ അടുത്ത് സംസാരിക്കാനിടയായി, സിസ്റ്റർ TTC കോഴ്സ് അറ്റൻഡ് ചെയ്യണമെന്ന്. ഞാൻ മദറിൻ്റെ അടുത്ത് സംസാരിച്ചു, മദറെ ഞാനൊരു പഠിക്കുക എന്ന ലക്ഷ്യത്തോടെയല്ല സന്യാസ സമൂഹത്തിൽ കടന്നു വന്നത്. ഞാൻ വേണമെങ്കിൽ അടുക്കളയിൽ പോയി ഒരു ജോലി വേണമെങ്കിലും ചെയ്യാം, അതാണ് എൻ്റെ കർത്താവിന് ഏറ്റവും ഇഷ്ടം. പഠിക്കണമായിരുന്നു എങ്കിൽ എൻ്റെ ഭവനത്തിൽ എന്നെ പഠിപ്പിക്കുമായിരുന്നു. പക്ഷേ അധികാരികൾ പറയുന്നത് ദൈവഹിതം പോലെ കാണുക എന്നുള്ളത് ായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് അവിടെ ഞങ്ങൾ അംഗീകരിക്കേണ്ട കാര്യം. പക്ഷേ എൻ്റെ ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കാൻ ഇടയായി, ഇതല്ല നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. തിരിച്ചു പ്രതികരിക്കാനാവാത്തത് കൊണ്ട് അത് തന്നെ ഏറ്റെടുത്ത് ചെയ്യേണ്ടതായിട്ട് വന്നു. അവിടെ വെച്ച് ദൈവാത്മാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് ഇടയായി. എങ്ങനെയാണ് ഇടപെട്ടത്? പ്രത്യേകമായി രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കും, കർത്താവെ അങ്ങേക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ കടന്നു വന്നത്. പക്ഷെ ഒന്നും ചെയ്യാനാവുന്നില്ലല്ലോ, അതുകൊണ്ട് ദൈവഹിതം ഇന്നതെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, നീ ഹൃദയം തകർന്നവളാ, നീ ബന്ധിതയാ, നിനക്ക് ഹൃദയത്തിന് ആശ്വാസം വേണം, ഈ ബന്ധനത്തിൽ നിനക്ക് മോചനം നേടണം. ഞാൻ കർത്താവിനടുത്ത് സംസാരിക്കാനിടയെ, കർത്താവെ ഹൃദയം തകർന്നവരെ ആശ്വസിപ്പാനും ബന്ധിതരെ മോചിപ്പാനുമല്ലേ നീ എന്നെ സന്യാസ സമൂഹത്തിലേക്ക് വിളിച്ചത്, എന്നിട്ട് നീ ഇന്ന് ബന്ധിതയെന്നും നീ ഹൃദയം തകർന്നവളെന്നും നീ പറയുന്നത് എന്നതാ? കർത്താവ് പറഞ്ഞു, നീയാ ഹൃദയം തകർന്നവൾ, നീയാ ബന്ധിതയാ. ഇതിൽ നിന്ന് നിനക്ക് മോചനം ലഭിച്ചാലേ അനേകരെ മോചിപ്പാനും അനേക ഹൃദയം തകർന്നവരെ ആശ്വസിപ്പാനും നിനക്ക് സാധിക്കുകയുള്ളൂ. അല്ലാതെ സ്കൂളും നടത്തി മറ്റു കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്കല്ല നിന്നെ ഞാൻ വിളിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്. നീ എന്നെ അനുഗമിക്കുക എന്ന്. അപ്പൊ അഞ്ജലിയുടെ ജീവിതത്തില് ആ ഒരു രക്ഷയുടെ സന്തോഷം ഇല്ലായിരുന്നു? ഒരിക്കലും ഇല്ലായിരുന്നു. കാര്യങ്ങൾ ചെയ്യും, പക്ഷേ വന്നു പോയല്ലോ ഇനി ചെയ്തല്ലേ പറ്റൂ എന്നുള്ള ഒരു കാര്യത്തോട് മാത്രമേ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. എന്നാലും ഓരോ നിമിഷം കഴിയുമ്പോഴും ജീവിതത്തിൽ തോന്നുന്നു ഇനിയും കർത്താവിന് വേണ്ടി ചെയ്യാലോ, ഇനിയെങ്കിലും സമാധാനം അനുഭവിക്കാമല്ലോ. പക്ഷേ മുഴുവൻ എനിക്കൊരു ബിസിനസ് ആയിട്ട് തന്നെ സന്യാസം ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി. വെറുതെ എന്തൊക്കെയോ ചെയ്യുന്നു, ഈ വേഷം ഇട്ടുകൊണ്ട് മാത്രം ജീവിക്കുന്നു, 4 നേരം ഭക്ഷണം കഴിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് ഉള്ളതല്ലാതെ ഒരു ഹൃദയ സമാധാനം അനുഭവിക്കാനായിട്ട് സാധിച്ചില്ല. മുഴുവൻ ടെൻഷൻ ഒരു ജീവിതമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. നാം ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള ഇതാണ്, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, പ്രവൃത്തിയാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. നോട്ട് ബൈ വർക്ക് ബട്ട് ബൈ ഫെയ്ത്ത്.
നിശ്ചയമായും വിശ്വാസത്താലുള്ള നീതീകരണം. യേശുക്രിസ്തുവിനെ രക്ഷകനായി സിസ്റ്റർ ആഞ്ചലി പറഞ്ഞ് നാം കേട്ടു. തൻ്റെ ജീവിതത്തിൽ തനിക്ക് വളരെയധികം സേവനം ചെയ്യണം, എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഷീ ഡോണ്ട് നോ ഹൗ ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ യേശു ഹൃദയത്തിൽ വരാതെ നമുക്കൊരിക്കലും സമാധാനവും സന്തോഷവും ലഭിക്കുകയില്ല. അപ്പം യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാതെ തന്നെ നമുക്ക് പലതും ചെയ്യുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ യഥാർത്ഥ സമാധാനവും നാം ആഗ്രഹിക്കുന്ന സന്തോഷവും നമുക്കൊരിക്കലും ലഭിക്കുകയില്ല. അപ്പം ഇന്ന് നാം കണ്ണുകളെ ഓടിച്ച് ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ അനേക പ്രവൃത്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വളരെയധികം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യ നിന്റെ നീതിപ്രവൃത്തിയൊക്കെയും ദൈവസൽ കറപുരണ്ട തുണി പോലെയാണ്. നാം ചെയ്തു കൂട്ടുന്ന എല്ലാ നീതിപ്രവൃത്തിയും ദൈവം നോക്കുമ്പോൾ കറപുരണ്ട തുണി പോലെ മാത്രമേ ഉള്ളൂ. എന്നാൽ കർത്താവിന് പറയുവാനുള്ളത്, നിങ്ങളെ തന്നെ കരി വെടിപ്പാക്കുവിൻ. നാം എങ്ങനെ കരി വെടിപ്പാക്കും? നിങ്ങൾക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അലുവ വലിയ ഇഷ്ടമാണെന്നിരിക്കട്ടെ. എൻ്റെ കയ്യിൽ അലുവയുണ്ട്, പക്ഷേ എൻ്റെ കൈ കുഷ്ഠം പിടിച്ച് നാറുന്ന അവസ്ഥയിലുള്ള എൻ്റെ കയ്യിൽ നിന്ന് അലുവ ആരെങ്കിലും വാങ്ങിച്ച് കഴിക്കുമോ? നിങ്ങൾ ആദ്യം പറയും നിങ്ങളുടെ കൈ വൃത്തിയായിട്ട് എനിക്ക് അലുവ ഇഷ്ടമാണ് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന് നീതിപ്രവൃത്തിയൊക്കെ വലിയ ഇഷ്ടമാണ്. എന്നാൽ കർത്താവ് പറയുന്നത്, നിന്റെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നിങ്ങളെ തന്നെ കഴുകി വെടിപ്പാക്കുവിൻ. അത് കഴിഞ്ഞിട്ട് നിന്റെ നീതിപ്രവൃത്തി എനിക്ക് മതി. പലപ്പോഴും നീതിപ്രവൃത്തി ചെയ്യുവാനും നല്ല കാര്യങ്ങൾ ചെയ്യുവാനും പലരോട് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ഞാനില്ല നല്ല കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. നല്ല കാര്യങ്ങൾ ഒരിക്കലും നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുകയില്ല. പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപത്തെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ പാപക്കറ കഴുകിക്കളയുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും, ലക്സോപ്പ് കമ്പനിയിലെ സോപ്പ് മുഴുവൻ കൊണ്ടുവന്നാലും ശരീരത്തിന് ചെളിയ കഴുകിക്കളയാൻ ഒക്കത്തുള്ളൂ, ആത്മാവിൻ്റെ കറ കഴുകിക്കളയാൻ ഒക്കത്തില്ല. എന്നാൽ ഈ കറ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് മാത്രമേ കഴുകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കഴുകിക്കഴിഞ്ഞാൽ മാത്രമേ ആ ജീവിതത്തിൽ സമാധാനപ്രഭുവായ യേശു കടന്നു വരും. ആ യേശുവിന് മാത്രമേ നമുക്ക് സമാധാനവും സന്തോഷവും നൽകാൻ കഴിയുള്ളൂ. ഇവിടെ കർത്താവിന് വേണ്ടി ദാഹിക്കുന്ന, കൊതിക്കുന്ന, അവന് വേണ്ടി പ്രവർത്തിക്കുവാൻ ആവേശത്തോടെ നിന്ന ഒരു സിസ്റ്റർ അഞ്ജലിയുടെ സാക്ഷ്യം നാം കേൾക്കുകയാണ്. ആ ആഗ്രഹത്തെ ദൈവം ഇങ്ങനെ മാനിച്ചു എന്നുകൂടെ നമുക്ക് കേൾക്കാം. ഇങ്ങനെ ദൈവഹിതത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു, എന്റെ നാമത്തിന് വേണ്ടി നീ ഇറങ്ങി തിരിച്ചാൽ സകലരും നിന്നെ നിന്ദിക്കും, പക്ഷേ ഞാൻ നിനക്ക് മതിയായവനാ. നിനക്ക് വേണ്ടി കരുതുന്നൊരു ദൈവം ഞാൻ മാത്രമാകയാൽ ഞാൻ വിളിച്ചവന് വിശ്വസ്തനെ അവസാനം വരെ നിന്നെ എത്തിക്കുവാൻ കെൽപ്പുള്ള വ്യക്തിയായത് കാരണം നീ ഇറങ്ങി വരാൻ കർത്താവ് ആവശ്യപ്പെട്ടതനുസരിച്ച് 2006 ഒക്ടോബർ മാസം 9-ാം തീയതി ഞാൻ എൻ്റെ സന്യാസ ജീവിതം ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങി വന്നു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ഒരിക്കലും ഒരു വിശ്വാസ ജീവിതം നയിക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ല ഞാൻ എൻ്റെ സന്യാസ ജീവിതം ഉപേക്ഷിച്ചത്. ആ ബന്ധനത്തിൽ നിന്ന്, അർത്ഥമില്ലാത്ത ജീവിതത്തിൽ നിന്ന്, വെറുതെ വേഷം കെട്ടിയുള്ള ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന് എൻ്റെ ദൈവത്തിന് വേണ്ടി കത്തോലിക്ക സഭയിൽ നിന്നുകൊണ്ട് തന്നെ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇറങ്ങി വന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ എൻ്റെ ദൈവം എന്നെ കാണിച്ചു തന്ന ഭവനത്തിൽ ഒരു പെന്തിക്കോസ്താരുടെ കുടുംബത്തിലായി നിന്നുകൊണ്ട് തന്നെ എൻ്റെ ദൈവത്തിന്റെ സത്യവചനം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടപ്പോൾ, ആ സത്യവചനത്തിന്റെ മുമ്പിൽ എൻ്റെ നഗ്നത എൻ്റെ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നപ്പോൾ, ആ വചനത്തിന് മുമ്പിൽ എനിക്ക് യാതൊന്നും മറയ്ക്കുവാനായിട്ടുണ്ടായിരുന്നില്ല. വചനത്തിന്റെ പുസ്തകം കർത്താവ് പാസ്റ്റേഴ്സിലൂടെ വചനങ്ങൾ എൻ്റെ മനസ്സിൽ പങ്കുവെച്ച് തന്നപ്പോൾ എന്നോട് ചോദിച്ചു, 10 കൽപ്പന എവിടെയാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ, 26 വർഷം ഞാൻ കത്തോലിക്ക സഭയിൽ ജീവിച്ചിട്ടും അതിനകത്ത് 8 വർഷം ഒരു കന്യാസ്ത്രീയായി ജീവിച്ചിട്ട് പോലും ഈ 10 കൽപ്പന ബൈബിൾ എവിടെ കിടക്കുന്നു എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. കാരണം പള്ളിയിൽ കാണിക്കുന്നത് മൊത്തം ശരിയും പട്ടക്കാരൻ പറയുന്ന മൊത്തം പ്രമാണങ്ങളെന്ന് അന്ധമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ സത്യവചനത്തിന്റെ മുമ്പിൽ എൻ്റെ അവസ്ഥ, ഞാനൊന്നും ആയിട്ടില്ല, തിരുവചനങ്ങളും കർത്താവിന്റെ ശക്തിയും മനസ്സിലാക്കാതെ പോയതല്ലേ നിനക്ക് തെറ്റു പറ്റിയിരിക്കുന്നത് എന്നുള്ള വചനം എന്നെ കർത്താവ് ഹൃദയത്തിൽ ഓർമ്മിപ്പിച്ചു തന്നു. പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം എടുത്ത് പാസ്റ്ററിനെ ആ 10 കൽപ്പന കാണിച്ചു തന്നപ്പോൾ എൻ്റെ ഹൃദയം തുറന്നു. 2ാമത്തെ കൽപ്പനയെ മാറ്റി നിർത്തിക്കൊണ്ട് 10 കൽപ്പന 2 കൽപ്പനയായി പഠിപ്പിക്കുന്ന ഞാനായിരുന്ന സഭയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ തെറ്റെന്ന് അംഗീകരിക്കാനുള്ള കൃപ എൻ്റെ കർത്താവ് തന്നു. ഇവിടെ മുതൽ കർത്താവിന്റെ ഹൃദയത്തെ പറഞ്ഞു. ഏത് വാക്യമാണ്? പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ പറയുന്നു, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിൽ എങ്കിലും താഴെ ഭൂമിയിൽ എങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിൽ എങ്കിലും ഉള്ള യാതൊന്നിന്റെ പ്രതിമയും അരുത്, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. ഞങ്ങൾ പലപ്പോഴും പറയുമായിരുന്നു, ഞങ്ങൾ വിഗ്രഹങ്ങളെ വന്ദിക്കുന്നില്ല, വെറുതെ പോയി പ്രാർത്ഥിക്കുന്നത് മാത്രമേ ഉള്ളൂവെന്ന്.
ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതും മാലയിടുന്നതും ആരാധനയല്ലാതെ പിന്നെ എന്ത് എന്ന് എന്റെ ദൈവം എന്നോട് സംസാരിക്കുവാനായിട്ടിടയായി. വിഗ്രഹങ്ങളെ വന്ദിക്കാനല്ല ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതും പാരമ്പര്യമല്ല എന്നെ സ്വർഗത്തിൽ എത്തിക്കുന്നതും എന്നുള്ള വചനം കർത്താവ് എന്നെ പഠിപ്പിച്ചതുകൊണ്ട് സത്യവചനം പഠിപ്പിക്കുന്നതനുസരിച്ച് ജീവിക്കുവാൻ, എന്റെ സത്യവചനത്തിന് വേണ്ടി ജീവിക്കാനുള്ള ദാഹം എന്റെ കർത്താവ് എന്റെ ഹൃദയത്തിൽ തന്നതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം വചനത്തിലൂടെ തന്നെ കർത്താവ് ഇടപെട്ടത് കൊണ്ട് എന്റെ ദൈവത്തെ കർത്താവിന്റെ ഇഷിതാവുമായി ഏറ്റുപറയുവാൻ, അവൻ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തുവിനോട് ചേരുക എന്നുള്ള വിശ്വാസ സ്നാനം സ്വീകരിക്കാനുള്ള വൻ ഭാഗ്യം എന്റെ കർത്താവ് എനിക്ക് തരുവാനായിട്ടിടയായി. പ്രിയ പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. താൻ പറഞ്ഞ ആ വലിയ സത്യം, അതിൻ്റെ പുറകിൽ ദൈവത്തിന്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്ന ഒരു ഹൃദയം. അപ്പോൾ ചോദിക്കും, എത്രയോ സിസ്റ്റേഴ്സ് അവിടെ ഉണ്ടല്ലോ, ആയിരക്കണക്കിന് ലക്ഷം, അവരൊക്കെ എന്താ ഇങ്ങനെ ഇറങ്ങി വരാത്തത്? രക്ഷയ്ക്കായി കാംക്ഷിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ, അതറിയുവാൻ കൊതിക്കുന്ന ഒരു ജീവിതമുണ്ടെങ്കിൽ, അത് കാണുന്ന ഒരു കർത്താവുണ്ട്. ആ ചുമരിനകത്ത് ആരാലും പുറത്തു കൊണ്ടുവരാൻ കഴിയാത്തൊരവസ്ഥയിൽ കൊതിക്കുന്ന ഒരു ഹൃദയമായി, രക്ഷയ്ക്ക് വേണ്ടി കാംക്ഷിക്കുന്ന ഒരു ഹൃദയമായി അവിടെയായിരുന്ന സിസ്റ്റർ അഞ്ജലിയെ തൊട്ട കർത്താവ്, ഞാൻ നിന്നെ വിളിക്കുന്നു, നീ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരിക എന്ന് പറഞ്ഞ് വിളിച്ചിറക്കുവാൻ നിശ്ചയമായും കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. പലപ്പോഴും നമ്മൾ അനേകം ക്രിസ്തീയ കുടുംബങ്ങളിൽ ജനിക്കുന്നു. നമുക്ക് പാരമ്പര്യമുണ്ട്, കർമാചാരങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ യഥാർത്ഥമായി നാം അറിയേണ്ട സത്യം നാം വിട്ടുപോകുന്നു. 8 വർഷം താൻ മഠത്തിലായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ തനിക്കറിയാം. പക്ഷെ 10 കൽപ്പന എവിടാന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. യേശുവിനോട് നിക്കോദിമസ് ഇങ്ങനെ ചോദിക്കാൻ ഇടയായി, നല്ല ഗുരു, ഞാൻ സ്വർഗ്ഗരാജ്യത്തിൽ പോകാൻ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, സത്യമായി സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി നീ ഒന്നുകൂടെ ജനിക്കുന്നില്ല എങ്കിൽ നീ സ്വർഗ്ഗരാജ്യം കാണുകയില്ല. നീ പോകുന്ന കാര്യം അവിടെ ഇരിക്കട്ടെ, എൻ്റെ മോനെ, നീ കാണത്തുപോലുമില്ല. വലിയ പള്ളി, യെരുശലേം ദേവാലയത്തിലെ വിശ്വാസിയല്ല, അവിടത്തെ വലിയ പ്രമാണി, 10-60 വയസ്സുള്ള പ്രായമുള്ള ഒരു മനുഷ്യൻ, 10 കൽപ്പനയ്ക്കകത്ത് എല്ലാ നല്ല കാര്യങ്ങളുമായി ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നു. പുരോഹിതന്മാരുണ്ട്, മഹാപുരോഹിതന്മാരുണ്ട്, എല്ലാ കർമാചാരങ്ങളും ചെയ്യുന്നു. ആ വ്യക്തിയോട് യേശു പറയാണ്, നീ പുതിയതായി ഒന്നുകൂടെ ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യം കാണുകയില്ല. അത് നിക്കോദമസ് ചോദിക്കുക, എൻ്റെ കർത്താവേ, അതെങ്ങനെ പറ്റും? വൃദ്ധനായി ഞാൻ അമ്മയുടെ ഉദരത്തിൽ പോയി ഒന്നുകൂടെ ജനിക്കാൻ ഒക്കുമോ എന്നാ താൻ ചോദിച്ച ചോദ്യം. തന്നോടൊന്ന് ചോദിക്കാമോ? പെരുന്നാളിൻ്റെ കാര്യമോ പള്ളിയിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ തത്ത പറയുന്ന പോലെ താൻ പറഞ്ഞു തരുമായിരിക്കും. പക്ഷേ തന്നെ സ്വർഗ്ഗരാജ്യം കാണാൻ തന്നെ പ്രാപ്തനാക്കുന്ന ലളിതമായ സത്യം തനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂട്ടി. വെള്ളം ഒഴിക്കുന്നു, പക്ഷെ കുടം കമ്മുന്നായിരിക്കുന്നത്. ഒരു തുള്ളി അതിനകത്ത് പോത്തില്ല എന്ന് പറഞ്ഞ പോലെ നാം ചെയ്തു കൂട്ടുന്നതിനകത്തല്ല, കർത്താവ് പറഞ്ഞത് ചെയ്യുവാൻ. ഈ സിസ്റ്ററിന്റെ അനുഭവം അത് തന്നെയാണ്. താൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, എന്നാൽ സ്വർഗ്ഗരാജ്യം കാണാൻ തന്നെ പ്രാപ്തരാക്കുന്ന ലളിതമായ സത്യം തനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ അതിനു വേണ്ടി ഞാൻ കാംക്ഷിച്ചപ്പോൾ യേശു തനിക്ക് ആ സത്യം വെളിപ്പെടുത്തി കൊടുത്തു. പറഞ്ഞിട്ട് എന്തുകൊണ്ട് മാതാവ് മരിച്ചുപോയ വിശുദ്ധരും എന്റെ അപേക്ഷ കേൾക്കുന്നില്ല എന്ന എന്റെ ചോദ്യത്തിന് എന്റെ കർത്താവിനോട് സംസാരിക്കുവാനായിട്ടിടയായി. പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് മധ്യസ്ഥരോട് മാധ്യസ്ഥം വഹിക്കുന്നതിൽ എടുത്തു വെച്ചിരിക്കുന്ന വചനം കാനായിലെ കല്യാണ വിരുന്നിന്റെ വചനമാണ്. കാരണം മാതാവ് അവിടെ മധ്യസ്ഥം വഹിച്ചില്ലേ, അതുകൊണ്ട് ഞങ്ങളും ഇന്ന് മറ്റുള്ളവരോട് മധ്യസ്ഥം വഹിക്കുന്നു എന്നുള്ള കാര്യം. പക്ഷേ ആ തിരുവചനം തന്നെ എടുത്തുകൊണ്ട് കർത്താവ് സംസാരിക്കുവാനായിട്ടിടയായി. മറിയെ വെള്ളം വീഞ്ഞാക്കാൻ എന്ന് കാനായിൽ അന്ന് ആരും മറിയത്തോട് അപേക്ഷിക്കുവാനായിട്ടിടയായില്ല. കാരണം യേശു അത്ഭുതം പ്രവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ യേശു അന്ന് അത്ഭുതം ചെയ്ത ആ നിമിഷം മുതൽ എല്ലാ ജനങ്ങളും എന്റെ യേശുവിന്റെ പക്കലേക്കാണ് അനുഗ്രഹങ്ങളും സൗഖ്യവും നേടിപ്പോയത്. അല്ലാതെ മാതാവ് ജീവനോടെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി പോലും മാതാവിന്റെ അടുത്ത് അപേക്ഷ തേടി പോയിട്ടില്ല. അങ്ങനെ ഇവൾ മരിച്ചപ്പോൾ അവളുടെ അപേക്ഷ തേടി പോവണം, അവളുടെ മധ്യസ്ഥം നടത്തണമെന്ന് ഞാൻ ആയിരുന്ന സഭയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ സത്യം തെറ്റ് എന്ന് അംഗീകരിക്കാനുള്ള കൃപ എന്റെ കർത്താവ് എനിക്ക് തരുവാനായിട്ടിടയായി. മാതാവ് ഉടലോടെ സ്വർഗത്തിൽ പോയി എന്ന് 1950 പാപ്പ പുറപ്പെടുവിച്ച സന്ദേശം വചന വിരുദ്ധമെന്ന് ഗ്രഹിക്കാനുള്ള കൃപ കർത്താവ് തരുവാനായിട്ടിടയായി. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ പറയുന്നു,
മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ത് എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. മാതാവ് ഒരു മനുഷ്യ സ്ത്രീ ആയതിനാൽ അവൾ മരിച്ചേ മതിയാകൂ എന്നത് എത്രയോ വ്യക്തമെന്ന് കർത്താവിനോട് സംസാരിക്കുവാനായിട്ടിടയായി. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം വചനത്തിൽ പറയുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ ഇതുവരെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്നത്. ഇതുവരെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്നുള്ളത് എന്റെ യേശു ക്രിസ്തുവിന്റെ വചനമാകയാൽ മാതാവ് ഉടലോട് സ്വർഗത്തിൽ പോയി ഇന്നും സ്വർഗരാജ്ഞായി ഇരിക്കുന്നു എന്ന ഊഹം ശരിയല്ലെന്ന് ധരിക്കുവാനുള്ള കൃപ കർത്താവ് തന്നു. കാരണം അന്ത്യകാഹളം മുഴങ്ങുമ്പോഴാണ് അക്ഷയായി ശരീരത്തിന് രൂപാന്തരം വന്ന് ഉയർക്കുന്നത്. മാതാവും അന്നും ഉയർക്കും എന്ന് പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കുവാനായിട്ടിടയായി. മാതാവെന്നല്ല, മരിച്ചുപോയ ഓരോ വ്യക്തിയുടെയും സ്വസ്ഥതയ്ക്ക് ഇളക്കം തട്ടിക്കുവാൻ ഇന്ന് ഭൂമിയിൽ നിന്ന് ഉയരുന്ന യാതൊരു പ്രാർത്ഥനയ്ക്കോ നൊവേനയ്ക്കോ കൊന്തയ്ക്കോ രൂപങ്ങൾക്കോ യാതൊന്നിനും സാധ്യമല്ല. മറിയമടക്കം നിദ്ര പ്രാപിച്ച സകല വിശുദ്ധർ ഇന്ന് സ്വസ്ഥതയിലാണ്. അവർക്ക് യാതൊന്നും ചെയ്ത് അധ്വാനിക്കാനായിട്ട് കഴിയില്ല എന്ന് കർത്താവ് പഠിപ്പിച്ചു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളിൽ പറയുന്നു, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരുടെ സഹായം ആരായണമെന്ന് ഉപദേശിക്കുന്നവർ അന്ധകാരത്തിൽ ആണ്ടുപോകുമെന്ന്. ഞാൻ പലപ്പോഴും വചനങ്ങൾ വായിക്കുവാൻ ഇടയായിട്ടുണ്ടെങ്കിലും ഞാൻ കർത്താവിനടുത്ത് ചോദിച്ചു, കർത്താവെ, ഇത്ര വ്യക്തമായിട്ട് ഈ വചനം എഴുതി വെച്ചിട്ട് ഇത്രയും നാൾ ഞാനിതൊക്കെ കാട്ടിക്കൂട്ടിയല്ലോ. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇത് ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ഇതെല്ലാവർക്കും സാധ്യമല്ല. കർത്താവിന് വേണ്ടി ആര് ഭോഷനാകും? എന്റെ കർത്താവ് വചനത്തിലൂടെ ഇടപെട്ടതിനാൽ ഗീവർഗീസ്, അന്തോനീസ്, യൂദ, മാതാവ്, ഔസേപ്പ് തുടങ്ങിയവരോടുള്ള മധ്യസ്ഥത ഉപേക്ഷിച്ചുകൊണ്ട് എന്നേക്കും ജീവിക്കുന്ന എന്റെ യേശു ക്രിസ്തുവിനോട് മാത്രം മധ്യസ്ഥത വഹിക്കാനുള്ള വൻ ഭാഗ്യം എന്റെ കർത്താവിന് എനിക്ക് തന്നു. ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏക മധ്യസ്ഥൻ ഒരുവനേ ഉള്ളൂ. അത് മനുഷ്യർക്കും ദൈവത്തിനുമിടയിൽ ഒരേ മധ്യസ്ഥൻ. അത് എല്ലാവർക്കും വേണ്ടി മറുപടിയായി തീർന്ന കർത്താവായ യേശു മാത്രം. അത്ര വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുമ്പോൾ ഈ ബൈബിൾ കൊണ്ട് നടന്നിട്ട് അത് വായിച്ചില്ല എന്ന് പറയുന്നത് തന്നെ അത്ഭുതം തോന്നുന്നു. എന്ന് പറഞ്ഞാൽ സിസ്റ്റർ പറഞ്ഞ വളരെ വാസ്തവമാണ്. ഈ ലോകത്തിൽ വലിയ പ്രശസ്തിയും കീർത്തിയും വലിയവരെന്ന് കാണുന്ന അനേകർക്ക് ഈ സത്യം മറച്ചിട്ട് ഒന്നുമില്ലാത്ത സാധാരണക്കാരായ ശിശുക്കൾക്ക് ഈ വലിയ സത്യം കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുക. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ വിശ്വാസികൾ എന്ന് പറയുന്നവർ അമ്മയില്ലാത്തവരാ എന്നൊരു പറയാറുണ്ട്. അതിനെക്കുറിച്ച് എന്താ സിസ്റ്റർ അഞ്ജലിക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും ആദ്യകാലങ്ങളിലൊക്കെ പെന്തിക്കോസ്തുകാർ, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിനെ കത്തോലിക്കരെ കാണുമ്പോൾ പറയും, മാതാവ് എന്ന് പറയുന്നത് മൊട്ടത്തോടാണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ബൈബിളിൽ അംഗീകരിക്കാവുന്ന അനുകരിക്കാവുന്ന സ്ത്രീകൾക്ക് അനുകരിക്കാവുന്ന ഏറ്റവും നല്ലൊരു വ്യക്തി മാതാവാണ്. പക്ഷെ മാതാവിന് കൊടുക്കേണ്ട സ്ഥാനമുണ്ട്, എന്റെ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനമുണ്ട്. ദൈവമാണ് സകല സ്തുതിക്കും സകല ആരാധനയ്ക്കും സകല പുകഴ്ചയ്ക്കും യോഗ്യൻ. അപ്പോൾ ആദരവ് കൊടുക്കണം, ആരാധന കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ദൈവം ഒരുവൻ, ദൈവത്തിന് ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രം. അപ്പൊ ആരാധന ഒരിക്കലും മാതാവ് ആഗ്രഹിക്കുന്നുമില്ല, ചോദിക്കുന്നുമില്ല, അല്ലേ? തീർച്ചയായിട്ടും. അപ്പം നിശ്ചയമായും ഈ ഇങ്ങനെ പല ചിന്താഗതി ഉള്ളവരുണ്ട്. എന്താ ഈ വിശ്വാസികൾ എന്ന് പറയുന്നവര് അമ്മയെ ആരാധിക്കാതെ, അമ്മയില്ലാത്തവരാണല്ലോ. എന്നോടും പലരും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രേക്ഷകരോട് ഇതിനുള്ള ബന്ധത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒരാളെ അനുകരിക്കുന്ന കാര്യം ഈ അനുകരിക്കുന്നവരല്ല പറയേണ്ടത്, അത് കണ്ടു നിൽക്കുന്നവരാ പറയേണ്ടത്. ഇപ്പം നിശ്ചയമായും അമ്മ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവരുടെ പ്രവൃത്തിയിൽ നിന്നാണ് വെളിപ്പെട്ട് വരേണ്ടത്. മാതാവ് ചെയ്ത കാര്യങ്ങൾ ചെയ്യുവാൻ മുമ്പോട്ട് വരുന്നവരാണ് മാതാവിനെ അനുകരിക്കുന്നവര്. മാതാവ് രക്ഷ പ്രാപിച്ച വ്യക്തിയായിരുന്നു എന്നെന്ന് പറഞ്ഞാൽ, ഇതാ ഞാൻ നിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന് വേണ്ടി തൻ്റെ ഉദരം തുറന്നു കൊടുത്തു. അതുമാത്രമല്ല, പെന്തിക്കോസ് പെരുന്നാൾ ദിവസം ശിഷ്യന്മാരോടൊപ്പം 120 പേരുടെ കൂട്ടത്തിൽ പ്രിയ മാതാവ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നു, പ്രാർത്ഥിച്ചു, ആത്മാവിൽ നിറഞ്ഞു, അന്യഭാഷയിൽ സംസാരിച്ചു. അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ മാതൃക പിൻപറ്റുന്നവരാണ് തന്നെ യഥാർത്ഥമായി അനുകരിക്കുന്നവർ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യത്തെ പെന്തിക്കോസുകാരിയായിട്ട് ഞാൻ കാണുന്ന മാതാവിനെയാണ്. പെന്തിക്കോസ് പെരുന്നാളിൻ്റെ ദിവസം കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ അന്യഭാഷ സംസാരിച്ച ഒരു പ്രിയപ്പെട്ടവൾ. അപ്പം നിശ്ചയമായും നമുക്ക് പറയാനുള്ളത്, മാതാവിനെ നമ്മൾ തള്ളുകയല്ല, മാതാവിനെ നമ്മൾ അനുകരിക്കുക, അല്ലേ? തീർച്ചയായിട്ടും.
അതുപോലെ തന്നെ ഞാൻ കർത്താവിനോട് കർത്താവെ രക്ഷ പ്രാപിക്കണം, ഇത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ, ഒരു സ്നാനം ഞാൻ ഏറ്റെടുത്തതല്ല, ഇനി ഏറ്റെടുക്കണമോ ചോദിച്ചു. കർത്താവ് പറഞ്ഞു, രക്ഷ പ്രാപിക്കുന്നവരെ അനുദിനം തന്നെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന്. ഈ 21-ാം നൂറ്റാണ്ടിലും രക്ഷ പ്രാപിക്കുന്നവരെ തന്നെ ാണ് കർത്താവ് വരുന്നത്. അത് പ്രധാനമന്ത്രി ആയാലും പോപ്പായാലും ധ്യാനഗുരുവായാലും കന്യാസ്ത്രീ ആയാലും ആരായാലും രക്ഷിക്കപ്പെട്ടാൽ മാത്രമേ കർത്താവ് തന്റെ സഭയോട് ചേർക്കുന്നുള്ളൂ എന്നെ കർത്താവ് എന്നെ പഠിപ്പിച്ചതിനാൽ ഞാൻ പലപ്പോഴും ഞങ്ങളുടെ സഭയിൽ നിന്ന് ഞാൻ ചെയ്തു കൂട്ടിയ പാരമ്പര്യങ്ങളായ ശിശുസ്നാനം, സ്ഥൈര്യലേപനം, പട്ടം, സ്വരൂപവണക്കം, കൊന്ത, പെരുന്നാളുകൾ, അനേക മധ്യസ്ഥർ, ശുദ്ധീകരണ സ്ഥലം ഇവയൊക്കെ ഉണ്ടെന്നുള്ള വിശ്വാസം യേശു കൽപ്പിച്ചിട്ടില്ലെന്നും ശിഷ്യന്മാർ പഠിപ്പിച്ചിട്ടില്ലെന്നും ആദിമസഭ ചെയ്തിട്ടില്ലെന്നും പഴയ നിയമത്തിൽ നിഴലില്ലെന്നും ലേഖനങ്ങളിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ലെന്നും ബോധ്യമായതിനാൽ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചതിനാൽ യേശു കൽപ്പിച്ചിട്ടുള്ളതും ശിഷ്യന്മാർ പഠിപ്പിച്ചിട്ടുള്ളതും ആദിമസഭ ചെയ്തിട്ടുള്ളതും പഴയ നിയമത്തിൽ നിഴലുള്ളതും ലേഖനങ്ങളിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളതുമായ യേശു ക്രിസ്തുവിനോട് ചേരുന്ന വിശ്വാസ സ്നാനം ഏൽക്കുവാനുള്ള ഭാഗ്യം എന്റെ കർത്താവ് എനിക്ക് തരുവാനായിട്ടിടയായി. ഇന്ന് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവമക്കളോട് ഒന്നു ചേർന്ന് എന്റെ സത്യദൈവത്തെ ആരാധിക്കുവാൻ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ 26 വർഷം 2 കണ്ണുണ്ടായിരുന്നിട്ടും അന്ധനായി ജീവിച്ചിരുന്ന എന്റെ ജീവിതത്തെ എന്റെ ദൈവാത്മാവ് ഇടപെടുവാൻ തയ്യാറായപ്പോൾ ഒരു പുതിയ വ്യക്തിയായി രക്ഷ പ്രാപിച്ച് വീണ്ടും ജനിച്ച് പുതിയ സൃഷ്ടിയായ നിമിഷം മുതൽ 26 വർഷം ഞാൻ പല തീർത്ഥാടനങ്ങൾ നടത്തിയിട്ടും പുണ്യപ്രവൃത്തികൾ ചെയ്തിട്ടും ലഭിക്കാത്ത ആത്മീയ സന്തോഷവും ആനന്ദവും ഈ 8 മാസം കൊണ്ട് എനിക്ക് അനുഭവിക്കുവാനായിട്ടിടയായി. എന്റെ സത്യദൈവം എനിക്ക് തരുവാനായിട്ടിടയായി. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വളരെ വ്യക്തമായി ഇങ്ങനെ വായിക്കുന്നുണ്ട്, എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചതാണ്. ഇനി നിങ്ങൾ വ്യക്തമായ കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. നിങ്ങളുടെ അമാവാസ്യകളും ശബത്തും ഉത്സവയോഗങ്ങളെയും എല്ലാം ഞാൻ വെറുക്കുന്നു. ഞാൻ അവ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു. അവ എനിക്ക് അസഹ്യം. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ മുഖം മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. അപ്പൊ നമ്മൾ ഓർക്കുകയോ, ഇതെന്താ ദൈവം, പ്രാർത്ഥിച്ചാൽ കേൾക്കാത്ത ദൈവം? നമ്മൾ അനേകർ, എന്നെ ശ്രമിക്കുന്ന അനേകർ, ഞാനും ഇത് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. നമ്മൾ പൂപ്പാലികളിൽ പോകുന്നു, ധൂപക്കുറ്റി വീശുന്നു, പെരുന്നാൾ നടത്തുന്നു, നമ്മൾ പലതും കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, കൈമലർത്തുന്നു. പക്ഷെ കർത്താവ് പറയാണ്, നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ മുഖം മറച്ചു കളയും. എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും കേൾക്കയില്ല. വൈ ലോർഡ്, എന്തുകൊണ്ട്? അതൊരു ഉത്തരം അവിടെ എഴുതിയിരിക്കുക. യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലാണ് ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കൈ മലർത്തുമ്പോൾ കർത്താവ് മുഖം മറയ്ക്കുകയാണ്. ഈ കർമാചാരങ്ങളും ആചാരങ്ങളും, പ്രിയ സിസ്റ്റർ പറഞ്ഞല്ലോ, എല്ലാം താൻ ചെയ്തു കൂട്ടി. ഇതെല്ലാം ചെയ്തപ്പോഴും തൻ്റെ കൈ രക്തം കൊണ്ടാണ് നിറഞ്ഞിരുന്നത്. അപ്പൊ കർത്താവിന് പറയാനുള്ളത്, പൈതലേ, മകളെ, മകനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ ആ രക്തക്കറ ഒന്ന് കൈ ശുദ്ധീകരിക്ക. ആ അധ്യായത്തിൽ തന്നെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ എത്ര കടിച്ചുവപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കാം, അതിനെ പഞ്ഞി പോലെ ആക്കി തീർക്കാം. അതിനെന്ത് ചെയ്യണം? നമ്മൾ ഒന്നും ചെയ്യണ്ട. ഇറ്റ്സ് ഓൾറെഡി പെയ്ഡ് ഓഫ്. അവൻ അതെല്ലാം ചെയ്ത് കഴിഞ്ഞു. പുത്രനായ യേശുവിന്റെ രക്തം നമ്മുടെ കൈകൊണ്ട് ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി അവന്റെ കയ്യിൽ ആണി തറയ്ക്കപ്പെട്ടു. നമ്മുടെ കാലുകൊണ്ട് അരുതാത്ത സ്ഥാനങ്ങളിലേക്ക് പോയതിനു വേണ്ടി യേശുവിന്റെ കാലിൽ ആണി തറയ്ക്കപ്പെട്ടു. നമ്മുടെ ചിന്തയിൽ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചതിനു വേണ്ടി അവന്റെ തലയിൽ മുൾക്കിരീടം ചാഞ്ഞടിച്ചു. നമ്മുടെ ഹൃദയത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾ സംഗ്രഹിച്ചതിനു വേണ്ടി അവന്റെ വിലാപ്പുറത്ത് കുന്തം കുത്തിക്കയറ്റി. നമ്മുടെ കൈ കൊണ്ടും കാലുകൊണ്ടും ചിന്ത കൊണ്ടും ഹൃദയം കൊണ്ടും നാം ചെയ്ത സകല പാപത്തെയും യേശു തൻ്റെ മേൽ ചുമന്നൊഴിച്ചു. ജീവനെ വിളിയാൻ നേരത്തെ അവനിങ്ങനെ പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഫോർ ദ ഹോൾ ഹ്യൂമൻ റേസ്, മനുഷ്യനായി പറഞ്ഞ എല്ലാവരുടെയും പാപത്തിന്റെ പരിഹാരമായി ഞാൻ എല്ലാ പാപത്തിന്റെ പരിഹാരവും ഞാനിതാ നിവർത്തിച്ച് കഴിഞ്ഞിരിക്കുന്നു. നത്തിങ് ഈസ് ടു ബി ആഡഡ് ടു ഇറ്റ്. അതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇറ്റ് ഈസ് എ ഫിനിഷ് ജോബ്. ഇനി യേശുവിന്റെ മരണം പ്ലസ് നമ്മൾ ഒരു കൂടി തിരിയുടെ ആവശ്യമില്ല. യേശുവിന്റെ മരണം പ്ലസ് ഒരു തരം വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. യേശു പറഞ്ഞത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇനി നാം ചെയ്യേണ്ടത് പാപത്തിന്റെ ഭാരവുമായി, നമ്മൾ ആരായിരുന്നാലും, എന്തെല്ലാം കർമാചാരങ്ങൾ ചെയ്യുന്ന വ്യക്തിയായാലും, എത്ര വലിയ പാരമ്പര്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയായാലും, പാപത്തിന്റെ ഭാരവുമായി ക്രൂസിന്റെ ചുവട്ടിലേക്ക് ഒന്ന് കടന്നു വന്നിട്ട് ഒരു ഹാൻഡ്സ് അപ്പ്, ഒന്ന് അടിയറ വയ്ക്കുക. യെസ് ലോർഡ്, ഐ ആം ഓൾസോ വൺ ഓഫ് ദോസ് സിന്നേഴ്സ്. ഞാനും ആ പാപിൽ ഒരുവനാണ് കർത്താവേ, ഒരുവളാണ് കർത്താവേ. ബട്ട് യു ഹാവ് പെയ്ഡ് ദ പ്രൈസ് ഫോർ ഇറ്റ്. നീ അതിനു വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു കർത്താവേ. ആ രക്തത്താൽ നീ എന്നെ കഴുകണമേ, എന്നെ ഒന്ന് കഴുകി വെടിപ്പാക്കണമേ, എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ കർത്താവേ എന്നൊരു വാക്ക് പ്രാർത്ഥിക്കുമോ യേശു നിങ്ങളുടെ ഹൃദയവാതിക്കൽ നിന്ന് മുട്ടുന്നു.
അതിനുവേണ്ടി നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ സാക്ഷ്യം നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹ ഉത്തേജനമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിച്ചു എന്നായിരിക്കും. യേശുവല്ലാതെ മറ്റൊരു മധ്യസ്ഥനില്ല എന്നുള്ള കാര്യം അംഗീകരിക്കുവാനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതിനാൽ കർത്താവ് കുറെ പാസ്റ്റേഴ്സിനെ എൻ്റെ അടുക്കലേക്ക് അയക്കുവാനായിട്ട് ഇടയായി. ഒരിക്കൽ പാസ്റ്ററിനടുത്ത് ചോദിച്ചു, സിസ്റ്ററെ നിങ്ങൾക്ക് എത്ര മധ്യസ്ഥനുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കോ മധ്യസ്ഥർക്ക് ഒരു കുറവുമില്ല പാസ്റ്ററെ, ധാരാളം മധ്യസ്ഥരുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ അടുത്ത് വചനം എടുത്തുകൊണ്ട് പറഞ്ഞു, പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ൽ പറയുന്നു, ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രമാണെന്ന്. ഞാൻ പല കാര്യങ്ങളും പറഞ്ഞ് അവരുടെ പക്കൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും എൻ്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് എനിക്ക് ആയില്ല. അതിനാൽ ഇന്ന് എൻ്റെ സത്യദൈവത്തിൽ നിൽക്കുവാനായിട്ട് എനിക്ക് ഇടയാവുന്നു. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞു, സിസ്റ്ററെ നിങ്ങൾ മറ്റു മധ്യസ്ഥരിലേക്ക് ഈ സഹായം തേടി പോകുന്നതിന് ഏക കാരണം ദൈവവുമായിട്ട് സിസ്റ്റിന് അത്രമാത്രമേ ബന്ധമുള്ളൂ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഒരു പച്ച മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു കത്തി എടുത്ത് കുത്തിയാൽ എന്തുമാത്രം വേദന ഉണ്ടാകുമോ അത്രമാത്രം വേദന അന്ന് ഞാൻ അനുഭവിക്കുവാനായിട്ട് ഇടയായി. കാരണം ലോകത്തിലെ യാതൊന്നും വേണ്ട, അപ്പൻ വേണ്ട, അമ്മ വേണ്ട, സഹോദരങ്ങൾ വേണ്ട, ബന്ധങ്ങൾ വേണ്ട, ലോക സുഖങ്ങൾ വേണ്ട, ഇവയൊന്നും വേണ്ടെന്ന് വെച്ച് പോയി എന്റെ കർത്താവിന് വേണ്ടി ജീവിച്ചിട്ട് ഒരു വ്യക്തി ദൈവാത്മാവിൽ വിളിച്ചു പറയുക സിസ്റ്റിന് കർത്താവുമായിട്ട് ബന്ധമില്ലെന്ന്. എന്റെ ദൈവത്തിന്റെ കരങ്ങൾ രക്ഷപ്പെടാനാവാത്തത് കൊണ്ട് ഞാൻ എന്റെ സന്യാസ സമൂഹത്തിൽ പോയി ചിന്തിക്കുവാനായിട്ടിടയായി. അവിടെ മുതൽ എന്റെ കർത്താവ് എന്നെ ചിന്തിപ്പിച്ചത് കൊണ്ട് ഈ സത്യത്തെ തിരിച്ചറിയുവാൻ ഇന്നും ഏക മധ്യസ്ഥന്റെ കർത്താവാണെന്ന് പറയുവാനുള്ള ഭാഗ്യം കിട്ടി. ഞാൻ ഇറങ്ങി വന്നതിന് ശേഷം ഈ വചനത്തിലൂടെ തന്നെ കർത്താവെ സംസാരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ സഭയ്ക്കാണോ തെറ്റുപറ്റിയത്, അതോ കർത്താവിനാണോ തെറ്റുപറ്റിയത്? കർത്താവെ ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ, ഇത്രമാത്രം വിശുദ്ധരെ എന്റെ സഭ വണങ്ങുമ്പോൾ ഇതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു വചനമെങ്കിലും ബൈബിളിൽ ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഞാൻ ബൈബിൾ മുഴുവൻ പരിശോധിച്ചിട്ടും ഇതിനെ ഒന്നിനെ പോലും അനുകൂലിക്കുന്ന ഒരു വചനം പോലും എന്റെ സത്യവേദപുസ്തകത്തിൽ നിന്ന് എനിക്ക്